വൈ ഫോർവർ ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ഫോർവർ മാർക്കറ്റിംഗ് പ്ലാൻ. പലരും മെസ്സേജിലൂടെ മാർക്കറ്റിംഗ് പ്ലാന്റെ ഡീറ്റെയിൽസ് അറിയണമെന്ന് മെസ്സേജ് ഇടാറുണ്ട്. നമ്മൾ ചെറിയ ചെറിയ പോയിന്റ്സുകൾ കവർ ചെയ്ത് പോകുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്തിട്ട് കുറച്ച് നാളായി. എന്തായാലും നമുക്ക് മാർക്കറ്റിംഗ് പ്ലാനിൽ പല അപ്ഡേഷനും വന്നിട്ടുണ്ട്, എൻഹാൻസ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ മാർക്കറ്റിംഗ് പ്ലാൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക, റെഡി ആയിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ മാർക്കറ്റിംഗ് പ്ലാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളൊരു യാത്രയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യാനായിട്ട് ടിക്കറ്റ് എടുത്ത് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ടാണ് നമ്മൾ എന്തായാലും ആ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത്. അത് വ്യക്തമായിട്ട് എവിടേക്കാണ് എന്ന് അറിയണമെങ്കിൽ മാർക്കറ്റിംഗ് പ്ലാൻ അറിഞ്ഞിരിക്കണം. മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയതായിട്ട് പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ, എൻ്റെ പേര് സാജു പോൾ. ഫോറവർ ലിവിങ് പ്രോഡക്ട്സിലെ കഴിഞ്ഞ 13 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. എക്സാക്ട് പറയുകയാണെങ്കിൽ 13 വർഷവും 4 മാസവും 1 ദിവസവും ഇന്നത്തേക്കായി. 2012 ഫെബ്രുവരി 5-ാം തീയതി സൺഡേ ആണ് ഞാൻ ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്യുന്നത്. ബാംഗ്ലൂരായിരുന്നു അന്ന് നിയറസ്റ്റ് RDO. എനിവേ, ഞാൻ ഫോർവറിൽ വരാനായിട്ടുണ്ടായ ഒരു കാരണം കൂടി ഈ മാർക്കറ്റിംഗ് പ്ലാൻ പറയുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും, എസ്പെഷ്യലി പുതിയ ആളുകളെ സംബന്ധിച്ച്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഫോർവറിൽ ആദ്യമായിട്ട് വരുന്നതല്ല. അതിനു മുമ്പ് തന്നെ ഞാൻ പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 14 വർഷത്തോളം ഡിഫറെൻറ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ ഒരു ട്രഡീഷണൽ ബിസിനസ്സിലായിരുന്നു. ഫെർട്ടിലൈസറിൻ്റെയും പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. അപ്പോൾ ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ സ്ട്രഗിൾസ് ഒക്കെ ഫേസ് ചെയ്ത് എങ്ങനെയെങ്കിലും നമുക്കൊരു ഫൈനാൻഷ്യലി ഒരു നല്ല രീതിയിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പല ഓപ്പർച്യൂണിറ്റികളും സെർച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് എനിക്ക് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളൊരു മേഖലയിലേക്ക് വരാനായിട്ട് സാധിച്ചത്. അത് ശരിക്കും പറഞ്ഞൊരു ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇതിലേക്ക് വന്നത്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോയി നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് സമയം വളരെ കുറച്ചുള്ളൂ. മാർക്കറ്റിംഗ് പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു സമയം വേണം. എന്തായാലും 14 വർഷം ഡിഫറെൻറ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ പ്രവർത്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഈ ഇൻഡസ്ട്രി വലിയൊരു ഇൻഡസ്ട്രിയാണ്, അതിവേഗം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. കൂടാതെ വളരെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജീവിതത്തിൽ അസാധാരണമായിട്ടുള്ള ജീവിത വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള കാര്യത്തിൽ അത് എനിക്ക് വ്യക്തമായി. 14 വർഷം കൊണ്ട് ഞാനത് പഠിച്ചു എന്നുള്ളതാണ്. പിന്നെ അത് കൂടാതെ ഇതിൽ വെൽനസ് എന്ന് പറയുന്ന ഒരു മേഖല അല്ലെങ്കിൽ വെൽനസ് റെവല്യൂഷൻ അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വെൽനസിന് വലിയ സാധ്യതകളുണ്ട്. ഇപ്പോൾ വെൽനസ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ നമ്മൾ പ്രോഗ്രാമിലൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത്. ബെറ്റർ ഹെൽത്തിന് വേണ്ടിയിട്ട് ലുക്ക് ബെറ്റർ, ഫീൽ ഹെൽത്തിയർ, സ്ലോ ഡൗൺ ഏജിങ്, പ്രിവെന്റ് ഡിസീസസ് എന്നൊക്കെ പറയുന്ന, നമുക്ക് നല്ല ആരോഗ്യവും സൗന്ദര്യമൊക്കെ സംരക്ഷിക്കുന്നതിന് പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ്, അതുപോലെ വെയിറ്റ് മാനേജ്മെന്റ്, പേഴ്സണൽ കെയർ, സ്കിൻ കെയർ, ഹെൽത്ത് ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ്, ഇങ്ങനെ പല കാറ്റഗറികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ മാർക്കറ്റാണ് ഉള്ളത്. മാർക്കറ്റ് പൊട്ടൻഷ്യൽ വളരെ ഒരു വലിയ മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് വെൽനസ് കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. അതോടൊപ്പം തന്നെ ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ് മേഖല തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ആ കമ്പനി മാനേജ്മെന്റ് അതിൻ്റെ ഒരു പ്രൊഫൈല് ശരിക്കും നോക്കണം. ഇപ്പം ഇത് നോക്കുവാണെങ്കിൽ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചുമരുണ്ടെങ്കിലേ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ചുമര് വേണം. അപ്പോൾ അതായത് കമ്പനി സ്ട്രോങ് ആയിരിക്കണം. അല്ലാതെ എവിടെയെങ്കിലും ഈ അടുത്ത് തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ ഇല്ലാതെ ആവുന്നൊരു കമ്പനിയിലൊക്കെ പോയി നമ്മളുടെ എനർജി, ടൈം, നമ്മുടെ വാല്യൂ നഷ്ടപ്പെടുത്തരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു കമ്പനി ആയിരിക്കണം. അപ്പൊ ഫോർവറിനെ പറ്റി നോക്കുകയാണെങ്കിൽ 47 വർഷമായിട്ട്, 47 വർഷം കഴിഞ്ഞ് 48ാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്തു. 160ലധികം രാജ്യങ്ങളിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി.
അത് മാത്രമല്ല വേൾഡിലെ നമ്പർ 1 അലോവേര കമ്പനിയാണ്. അലോവേര എന്ന് പറയുന്നത് വെല്ലസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അലോവേര. ഹൈ ക്വാളിറ്റി അലോവേര. ഇന്ന് ലോകത്ത് ഹൈ ക്വാളിറ്റി അലോവേര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വേൾഡിലെ ഏറ്റവും വലിയ അലോവേര കമ്പനിയാണ് ഫോറവർ. 7500 ഏക്കർ സ്ഥലത്താണ് അവർ കൾട്ടിവേഷൻ ചെയ്യുന്നത്. നിയമങ്ങൾ ശക്തമായ രാജ്യങ്ങളിലെല്ലാം ഫോർവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ പ്രോഡക്ട്സുകളുടെ ക്വാളിറ്റി, പ്യൂരിറ്റി, പൊട്ടൻസി ഇതൊക്കെയാണ് ഏറ്റവും നാച്ചുറൽ, ബെസ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഇത്രയും ബെസ്റ്റ് പ്രോഡക്ട്സ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, കമ്പനി സ്ട്രോങ് ആണ്. ഓൺ കൾട്ടിവേഷൻ, ഓൺ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്, ഓൺ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഒരു മേഖലയിലില്ല. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഒന്ന്, ക്വാളിറ്റി പ്രോഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ അഡ്വർടൈസ്മെന്റ് ഇല്ല. അഡ്വർടൈസ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഇത് മൂവ് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മൾ തന്നെ പ്രോഡക്റ്റ് നല്ലതല്ലെങ്കിൽ ഈ ഒരു സൂം മീറ്റിംഗിൽ പോലും വരില്ല, അല്ലേ? നമുക്കത് ഒരു ആത്മാഭിമാനത്തോടു കൂടി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവിടെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫോർവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ട്രോങ് മാനേജ്മെന്റ് ആണ്. 160ലധികം രാജ്യങ്ങളിൽ കമ്പനിയുടെ ഓരോ രാജ്യങ്ങളിലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓൺ ബിൽഡിങ്ങിലാണ്. ഇതൊന്നും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ഒരു കമ്പനികളിലും ഇല്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഓൺ ബിൽഡിംഗ്. ഇപ്പൊ ഇന്ത്യയിൽ ഫോർവർ 2000-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2000-ൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഇന്ത്യയിലെ മെയിൻ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ബാന്ദ്ര, മുംബൈയിൽ ബാന്ദ്ര വെസ്റ്റ്. ഷാരൂഖ് ഖാനും അമിതാഭ് ബച്ചനൊക്കെ താമസിക്കുന്ന പോഷ് ഏരിയയിൽ 4 നില ബിൽഡിങ്ങിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ഹെഡ് ക്വാർട്ടർ. ഇനി അതുകൂടാതെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് ടോട്ടൽ 20 ഓഫീസസ് ആണ് ഉള്ളത്. ഇതെല്ലാം കമ്പനി ഡയറക്ട്ലി ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കമ്പനി സ്റ്റാഫാണ് ഇതിൽ. ഫ്രാഞ്ചൈസി കൊടുക്കലോ അല്ലെങ്കിൽ സ്റ്റോക്ക് പോയിന്റ് കൊടുക്കലോ ഒന്നും ഇല്ല ഫോർവറിൽ. എല്ലാം ഡയറക്ട്ലി ആണ്. മാനുഫാക്ചറിങ്, കൾട്ടിവേഷനും മാനുഫാക്ചറിങ് മാത്രമല്ല, അതിന്റെ ഡിസ്ട്രിബ്യൂഷനും എല്ലാം തന്നെ ഡയറക്ട്ലി ആണ്. അപ്പോൾ അപ്പോൾ ഈ ഡയറക്ട്ലി ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് പറഞ്ഞെങ്കിൽ അവിടെ ഒരു ക്വാളിറ്റി എപ്പോഴും എല്ലാ മേഖലയിലും മെയിൻറ്റെയിൻ ചെയ്യും. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞു 160ലധികം രാജ്യങ്ങളിലും ഇതാണ് ഈ ഒരു സിസ്റ്റമാണ്. അത് വേറൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ഞാൻ കണ്ടിട്ടില്ല. പല കമ്പനികളും പല രാജ്യങ്ങളിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ എല്ലാം ഫ്രാഞ്ചൈസികളായിരിക്കും. കമ്പനിയുടേതായ ചിലപ്പോൾ ഒരു ഓഫീസ് ഉണ്ടാവോ, അങ്ങനെ ഉണ്ടാവാത്ത കമ്പനികൾ ഞങ്ങൾ പലതും കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിൽ ഇന്റർനാഷണൽ കമ്പനിയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ അവിടെയൊക്കെ ബിസിനസ് ചെയ്തിട്ട് പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ തന്നെ ആ ബിസിനസ്സൊക്കെ അവിടുത്തെ ഒരു സ്റ്റോക്ക് പോയിന്റ് അവർക്ക് ആ ബിസിനസ് കിട്ടിയതല്ലാതെ നമ്മളുടെ ഓളിയത്തിലൊന്നും കയറിയില്ല. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പല കമ്പനികളും സംഭവിച്ചിട്ടുണ്ട്. ഫോർവേഡിൽ അങ്ങനെയല്ല. നമുക്ക് ഏത് രാജ്യത്ത് നടക്കുന്ന ബിസിനസ് എല്ലാം ഇത് ഗ്ലോബൽ ഐഡിയ ആണ്. അപ്പോൾ ഫോർവേഡിൽ വരാൻ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി നല്ലൊരു കമ്പനി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യാനായിട്ട് കമ്പനിയുടെ പ്രൊഫൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ പ്രോഡക്ട്സുകൾ റെവല്യൂഷണറി പ്രോഡക്ട്സ് ആയിരിക്കണം. കാലഘട്ടത്തിന് അനുസരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം. ഞാനിത് പറയുന്നത് എന്തെങ്കിലും ഒരു ഉൽപ്പന്നം വെച്ചിട്ട് ഡയറക്ട് സെല്ലിംഗ് ചെയ്യാന്ന് പറയുന്നത് അത് ഒന്നും ഫ്യൂച്ചറിലായിരിക്കും. അപ്പോൾ വെൽനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ വെൽനസിന് പറ്റുന്ന ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ്, അതിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഒരു വേറൊരു കോമ്പറ്റീഷൻ ഇല്ല. വളരെ യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സുകളായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, അത് ഉപയോഗിച്ച് കൊള്ളാം, ചിലപ്പോൾ നമ്മളുടെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷന്റെ എന്തെങ്കിലും കുറവ് കൊണ്ടോ അവർക്ക് വേറെ ഇതല്ലെങ്കിൽ അതിന് പകരം വേറൊരു പ്രോഡക്റ്റ് കിട്ടും, അത് ഉപയോഗിക്കാന്നുള്ളതുണ്ടെങ്കിൽ നമ്മളിടുന്ന എഫേർട്ട് വെറുതെ ആവില്ലേ? ശരിക്കും അലോവേര ജെല്ല് ഉപയോഗിച്ച ഒരാള് അലോവേര ജെല്ല് വേണം, അത് തന്നെ വേണം, വേറൊരു ബ്രാൻഡിലേക്ക് പോവാതെ. അല്ലെങ്കിൽ ഫോർവറിന്റെ അലോവേര ജെല്ല് മാത്രമല്ല 200ലധികം പ്രോഡക്റ്റുകളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറൊരു ബ്രാൻഡിലേക്ക് പോകാൻ പറ്റില്ല. ആ ഒരു ഫോർവറിന്റെ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഹൈ ആണ്. ഇതെല്ലാം സത്യസന്ധമായിട്ട് പറയുന്നതാണ്. ഞാനിത് വളരെ വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് പ്രോഡക്റ്റുകൾക്ക്. അതിലും വളരെ വളരെ ഹൈ ആണ് ഫോർവർ സ്റ്റാൻഡേർഡ് എന്ന് പറയും. അപ്പൊ അത് നമുക്ക് വളരെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതായത് ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചും കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ
വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് കമ്പനിയാണ് ഫോറവർ. അതായത് കൾട്ടിവേഷൻ മുതൽ മാനുഫാക്ചറിങ്, പ്രോസസ്സിംഗ്, പാക്കിംഗ്, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം നേരിട്ട് ചെയ്യുന്നു. തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ല. അതിന്റെ അഡ്വാൻറ്റേജ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അഫോർഡബിൾ പ്രൈസിൽ കൺസ്യൂമറിലേക്ക് എത്തുന്നതാണ്. ആ പ്രോഡക്റ്റുകളെല്ലാം റെവല്യൂഷണറി ആണ്. ഫോറവർ ഓരോ വർഷവും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം വേൾഡിലെ വേൾഡ് മാർക്കറ്റിനെ കോമ്പറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റും വെൽനസ്സിന് ഏറ്റവും സൂട്ടബിൾ, അതായത് വേണ്ട ഉൽപ്പന്നങ്ങളാണ് ഓരോ വർഷവും നിരവധി ഉൽപ്പന്നങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗ്ലോബൽ റാലിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഓരോ വർഷവും പുതിയ പുതിയ പ്രോഡക്ട്സുകൾ വരുന്നുണ്ട്. ഈ നിലവിലുള്ള പ്രോഡക്റ്റുകൾ തന്നെ അതിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. അത് മോഡിഫൈ ചെയ്ത് ഏറ്റവും പാക്കിങ്ങിലാണെങ്കിലും എല്ലാത്തിലും. ഇപ്പൊ നമുക്ക് അലോവേര ജെല്ലൊക്കെ അതിന്റെ പാക്കിംഗ് എത്ര മാറ്റങ്ങൾ വന്നു. ഏറ്റവും നല്ല പാക്കിങ്ങിലാണ് ഇപ്പോൾ എല്ലാം. അത് എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആണ് കാര്യങ്ങൾ. ഇനി അതേപോലെ തന്നെ കമ്പനിയും പ്രോഡക്റ്റും ഓക്കെയാണ്, അത് മാത്രം പോരാ. നമ്മൾ പ്രവർത്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ആയിരിക്കണം. അച്ചീവബിൾ ആയിരിക്കണം, പ്രോഫിറ്റബിൾ ആയിരിക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ കമ്പനി നല്ലതാണ്, പ്രോഡക്റ്റ് നല്ലതാണ്, നമുക്ക് ഇതിൽ വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ എങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ മാർക്കറ്റിംഗ് പ്ലാൻ 3 തരത്തിലുള്ള മാർക്കറ്റിംഗ് പ്ലാനാണ് എൻ്റെ ഈ ഒരു 27 വർഷത്തെ എക്സ്പീരിയൻസിൽ. അതായത് ഫോറവറിന് മുമ്പ് 14 വർഷവും ഫോറവറിൽ 13 വർഷവും, അങ്ങനെ 27 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ചത് ഒന്ന് ലീഡേഴ്സ് ഫ്രണ്ട്ലി പ്ലാനാണ്. ലീഡേഴ്സ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ അതിൽ ടോപ്പിലിരിക്കുന്ന ആളുകൾക്ക് പൈസ ഉണ്ടാക്കാം, ബാക്കിയുള്ളവരൊക്കെ ഇതിനു വേണ്ടി ഡ്രീംസ് ഒക്കെ കണ്ടു ഓടി അവരെ സമയവും അവരെ എനർജി എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാണ്. അവിടെ ലൂസേഴ്സ് കൂടുതലുണ്ടാവും. വേറെ ഒന്ന് കമ്പനി ഫ്രണ്ട്ലിയാണ്. അവിടെ കമ്പനി ഗ്രോ ചെയ്യും. മറ്റുള്ള ആളുകളൊക്കെ ഈ ഡ്രീംസ് ഒക്കെ ഉണ്ട്, ഭയങ്കര മോട്ടിവേഷൻ ട്രെയിനിങ് എല്ലാം അറ്റൻഡ് ചെയ്ത് അതിനും പൈസ കൊടുത്ത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ പറയുമ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ളവർക്കൊക്കെ അത് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ ഏതൊക്കെയാണ്. ഫോറവർ ഒരു കമ്പനി ഫ്രണ്ട്ലി പ്ലാനും അല്ല, ലീഡേഴ്സ് ഫ്രണ്ട്ലി പ്ലാനും അല്ല, ഡിസ്ട്രിബ്യൂട്ടർ ഫ്രണ്ട്ലി പ്ലാനാണ്. അതായത് ആരാണോ നന്നായിട്ട് പ്രവർത്തിക്കുന്നത് അവർക്ക് കൂടുതൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് പ്ലാനാണ്. അല്ലാതെ വെറുതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് മോട്ടിവേഷൻ നടത്തിയിട്ട് ഫോറവറിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പല നെറ്റ്വർക്ക് ലീഡേഴ്സും ഫോറവറിൽ വന്നിട്ട് അവരുടേതായ പഴയ ശൈലി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും അത് മുന്നോട്ട് പോകാൻ പറ്റാതെ അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാറുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് അങ്ങനത്തെ പ്ലാൻ അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന പ്ലാനാണ്. അത് വർക്ക് ചെയ്യുന്നവർക്കുള്ള പ്ലാനാണ്. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? അതായത് ഇപ്പോ നമ്മളുടെ ഇപ്പോ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ മെമ്പേഴ്സ് ആണെങ്കിൽ തന്നെ ഇന്നിപ്പോ കേരളത്തിലോ ഇന്ത്യയിലൊക്കെ ടോപ്പ് അച്ചീവേഴ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി ഏർണിങ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ, അത് ഇന്റർനാഷണലി നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ആദ്യകാലങ്ങളിൽ വന്ന ആൾക്കാരല്ല, പിന്നീട് വന്ന ആൾക്കാരാണ്. റോൾഫ് കിപ്പ് എന്ന് പറയുന്ന വ്യക്തി ലോകത്തെ ഏറ്റവും വലിയ ചെയർമാൻ ബോണസ് ഒക്കെ വാങ്ങിക്കുന്ന ഒരാളാണ്. നമ്പർ 1 FBO ആണ്. അതേപോലെ അപ്പൊ അദ്ദേഹമൊക്കെ വന്നത് ഈ ഫോറവർ സ്റ്റാർട്ട് ചെയ്തിട്ട് 16 വർഷത്തിന് ശേഷം വന്ന ആളാണ്, ജർമ്മൻകാരനാണ്. അതേപോലെ ജപ്പാനിലുള്ള ഹൊരാബി, അവരാ ഏറ്റവും വലിയ ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. അവരൊക്കെ പിന്നീട് വന്ന ആൾക്കാരാണ്, അല്ലാതെ കമ്പനി തുടങ്ങിയ സമയത്ത് വന്നവരല്ല. ഇന്ത്യയിലാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ 2000 തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ടോപ്പ് ലീഡേഴ്സ് ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് അതിന് ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻകം വാങ്ങിക്കുന്നവർ ഏറ്റവും ജസ്റ്റ് എന്താ പറയാ ഒരു 7 വർഷമൊക്കെ ആയവരാണ് ഇപ്പോൾ ഏറ്റവും ടോപ്പ് ഏണേഴ്സ്. 25 ഇയേഴ്സ് ആയിട്ട് ഇവിടെ ഈ ഫോറവറിൽ ആളുകൾ വർക്ക് ചെയ്യുന്ന അവരെല്ലാം നല്ല ഇൻകം ഉണ്ട്. പക്ഷെ അവരെയൊക്കെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ, അതായത് ഈ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ, ഏതൊരാൾക്കും ഹയർ ലെവലിലേക്ക് എത്താനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ലാതെ ഇത് ഇപ്പൊ ഞാൻ എൻ്റെ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്നവർ എന്നേലും കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ പോസിറ്റീവാണ്. മാർക്കറ്റിംഗ് പ്ലാന്റെ സ്ട്രെങ്ത് ആണ് അത് കാണിക്കുന്നത്. ശരിയല്ലേ? എല്ലാവർക്കും ആ ഒരു ഇൻകം, നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ്. അപ്പൊ അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ
മാക്സിമം നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ തന്നെയായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ. മാർക്കറ്റിംഗ് പ്ലാൻ, ഫോർ അവർ മാർക്കറ്റിംഗ് പ്ലാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഫോർവറിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നോ ജോയിനിങ് ഫീസ്. അതേപോലെ തന്നെ നോ റിന്യൂവൽ ഫീസ്. നോ ഡിമോഷൻ. നോ കമ്പൽസറി പർച്ചേസ്. നോ BV, PV, SV. നോ മാച്ചിങ്. ഇത് ഞാൻ ഡീറ്റെയിൽ പറയാം. നോ ജോയിനിങ് ഫീസ് എന്ന് പറയുന്നത് ഇതിൽ മെമ്പർഷിപ്പ് ഫീ ഇല്ല. അത് ഇപ്പോഴല്ല, കഴിഞ്ഞ 47 വർഷമായിട്ട് മെമ്പർഷിപ്പ് ഫീ ഇല്ല എന്നുള്ളതാണ്. പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും എല്ലാ വർഷവും ജോയിനിങ്ങിന് ഫീ ഉണ്ട്, എല്ലാ വർഷവും റിന്യൂവൽ ഫീസ് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പോൾ അത് ഗവൺമെന്റ് നിയമം വന്നു, അങ്ങനെ പാടില്ല എന്നുള്ളത്. പക്ഷെ ഫോർഎവർ എത്രയോ വർഷങ്ങൾ തുടക്കം മുതലേ 47 വർഷമായിട്ട് നോ ജോയിനിങ് ഫീസ്, നോ റിന്യൂവൽ ഫീസ്, ലൈഫ് ടൈം മെമ്പർഷിപ്പാണ്. നോ ഡിമോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നെവർ റിവേർട്ട് എ പൊസിഷൻ ഓർ ലെവൽ. നമ്മൾ ഒരിക്കൽ അച്ചീവ് ചെയ്ത പൊസിഷൻ നമ്മൾ ഈവൻ ആക്റ്റീവ് അല്ല അതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ഒരിക്കലും താഴേക്ക് പോകുന്നില്ല. ആ പൊസിഷൻ പെർമനന്റ് ആയിരിക്കും. ഇപ്പൊ പല കമ്പനികൾ എന്ന് പറഞ്ഞെങ്കിൽ ഓരോ മാസവും 1-ാം തീയതി ആകുമ്പോഴേക്കും 0-യിലേക്ക് വരും. പക്ഷെ ഫോർഎവർ അങ്ങനെയല്ല. നമ്മളിപ്പോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോ നമ്മൾ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നു. 1-ാം തീയതി എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 30-ാം തീയതി ആകുമ്പോഴേക്കും ആലപ്പുഴ എത്തി. പിറ്റേ മാസം 1-ാം തീയതി തിരിച്ച് എറണാകുളത്ത് വരണം, പിന്നെ തുടങ്ങണം സാധാരണ പല കമ്പനികളുടെ പ്ലാൻ. പക്ഷെ ഫോർഎവറിന്റെ അങ്ങനെയല്ല. നമ്മൾ ആലപ്പുഴ എത്തിയെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് പിന്നെ 1-ാം തീയതി അവിടെ നിന്ന് തുടങ്ങിയാൽ മതി. അപ്പോൾ ട്രിവാൻഡ്രത്ത് എത്താനായിട്ട് എളുപ്പമാണ്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾക്ക് അങ്ങനെ ഒരു ഡിമോഷൻ ഇല്ല. നെവർ റിവേർട്ട് എ പൊസിഷൻ ഓർ ലെവൽ. ആ ലെവൽ എപ്പോഴും പെർമനന്റ് ആയിരിക്കും. അവിടെ നിന്ന് ഹയർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നോ കമ്പൽസറി പർച്ചേസ്. ഇപ്പൊ ഫോർഎവറിൽ ഇൻകം ഏൺ ചെയ്യാനായിട്ട് നമ്മൾ മന്ത്ലി എല്ലാ മാസവും ഇത്ര ചെയ്തോളെന്ന് ഒരു കമ്പൽസറി ഇല്ല. അതായത് നമുക്ക് ആക്റ്റീവായിട്ട് ബിസിനസ് ചെയ്യുന്ന ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ലീഡർഷിപ്പ് ബോണസോ അല്ലെങ്കിൽ ടീം ബോണസോ ആ രീതിയിൽ, അല്ലെങ്കിൽ കാർ പ്ലാൻ ട്രിപ്പുകൾ ക്വാളിഫൈ ചെയ്യാനായിട്ട് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കമ്പൽസറി പർച്ചേസ് ഇല്ലാതെ തന്നെ, അതായത് ഒരു പേഴ്സണലി 1 രൂപയുടെ പോലും പർച്ചേസ് ഇല്ലാതെ തന്നെ ഇതിൽ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. മറ്റു ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിലൊക്കെ എല്ലാ മാസം എന്തെങ്കിലും ഒരു സം പർച്ചേസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ID ക്യാൻസൽ ആവും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് ഒരു കമ്പൽസറി പർച്ചേസ് ഒന്നും ഇല്ലാതെ തന്നെ പുതിയ ഒരാളെ സംബന്ധിച്ച് അവർക്ക് ബിസിനസ് പഠിച്ചു വരുന്ന സമയത്ത് തന്നെ, അവർ ലേൺ ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു നെറ്റ്വർക്കർ അല്ലെങ്കിൽ ഒരു ഡയറക്ട് സെല്ലർ എന്നുള്ള ലെവലിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ കൺസ്യൂം ചെയ്യും, അവർ റീറ്റെയിൽ ചെയ്യും, അവർ സ്പോൺസർ ചെയ്യും, അപ്പോൾ വോളിയം വരും. പക്ഷെ ഇൻകം ഏൺ ചെയ്യാനായിട്ട് ഇപ്പോൾ പേഴ്സണൽ പർച്ചേസോ പേഴ്സണൽ കൺസപ്ഷനും ഇല്ലെങ്കിൽ പോലും അവർക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത് നോ BV, PV, SV. ഇത് ഇപ്പൊ പുതിയ ആളുകൾക്ക് അത് എന്താണെന്ന് മനസ്സിലായി കാണില്ല. ഇത് ഓരോ കമ്പനികൾക്കും ഒരു BV ഉണ്ടാവും, അല്ലെങ്കിൽ PV ഉണ്ടാവും, SV, അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് ബിസിനസ് വോളിയം,
അല്ലെങ്കിൽ പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ സെയിൽസ് വോളിയം, അങ്ങനെയൊക്കെ ഉള്ളൊരു പോയിന്റാണ്. ഈ പോയിന്റ് അതിലാണ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, സാധാരണ ഏതൊരു കമ്പനി, ഇപ്പൊ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ഉൽപ്പന്നം, അതിന്റെ ഒരു MRP ഉണ്ടാവും. അത് എല്ലാ പ്രൊഡക്റ്റിനും MRP ഉണ്ടായിരിക്കുമല്ലോ. ഒരു 120 രൂപ MRP ഉള്ളൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനൊരു DP ഉണ്ടാവും. DP എന്ന് പറയുമ്പോൾ ഒരു 100 രൂപയായിരിക്കും സാധാരണഗതിയിൽ. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിലൊക്കെ ഏകദേശം ഇതേപോലെയാണ്. പിന്നെ അത് കൂടാതെ ഒരു BV ഉണ്ടാവും. BV എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40 BV ഉണ്ടാവും. 40 BV എന്ന് പറഞ്ഞെങ്കിൽ 100 രൂപയുടെ ഉൽപ്പന്നത്തിന് 40 BV. അപ്പൊ 100 രൂപയുടെ പർച്ചേസ് നമ്മൾ ചെയ്യുന്നു, നമുക്ക് 120 രൂപയ്ക്ക് അത് സെല്ല് ചെയ്യാം. ഇവിടെ നമുക്ക് 20 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഈ 40ന്റെ പെർസെൻറ്റേജുകളായിരിക്കും നമുക്ക് ബോണസ് കിട്ടുന്നത്, അഡീഷണൽ ബോണസ്. അതായത് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 40 രൂപയിലായിരിക്കും. അപ്പൊ ശരിക്കും 100 രൂപയുടെ ബിസിനസ് ചെയ്യുന്നത് നമ്മൾക്ക് ലഭിക്കുന്നത് 40 രൂപയുടെ ഒരു സെയിൽസിന്റെ ഒളിയാണ് ആക്ച്വലി ലഭിക്കുന്നത് സാധാരണ മറ്റു കമ്പനികളിൽ. അന്നേരത്ത് ഫോർ എവർ ലിവിങ് പ്രോഡക്ട്സിൽ അങ്ങനെയല്ല. നമ്മൾ 100 രൂപയുടെ ഉൽപ്പന്നം നമ്മൾ വാങ്ങിക്കുമ്പോൾ, അതായത് DP പ്രൈസിൽ വരുമ്പോൾ അതിന്റെ റീറ്റെയിൽ പ്രൈസ് 143. അപ്പൊ തന്നെ ഇവിടെ നമുക്ക് 43% അല്ലെങ്കിൽ 43 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടി DPയിൽ നോക്കുകയാണെങ്കിൽ. ഇനി ഇത് കൂടാതെ അതിന്റെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതോ, ഇവിടെ നമുക്ക് BV സിസ്റ്റം ഇല്ല. ഈ 143യിലാണ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു എക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരേ ടേൺ ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ 40 രൂപയുടെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോർവേഡിൽ 143 രൂപയുടെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യും. വലിയ ഡിഫറൻസ് ആണ്. ഞാനിതില് ഫോർവേഡിൽ വരുന്നതിന് മുമ്പ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ തന്നെ, ഒരു ഇന്റർനാഷണൽ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. മലേഷ്യയിലാണ്, മലേഷ്യയിലുള്ള കമ്പനിയുടെ പേര് പറയുന്നില്ല. അപ്പോൾ ആ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ലാസ്റ്റ് മന്ത് കിട്ടിയ ഒരു ബോണസ് ഉണ്ടാവുമല്ലോ, എല്ലാ മാസവും നമുക്കൊരു ബോണസ് കിട്ടുമല്ലോ. അതായത് നമ്മൾ നമ്മുടെ ടീമൊക്കെ ചെയ്ത ബിസിനസിന്റെ ടോട്ടൽ വോളിയത്തിന് ആ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ അനുസരിച്ചിട്ട് ഒരു ബോണസ് കിട്ടി. എനിക്ക് അന്ന് ബിസിനസ് ഇത്തിരി കുറവായിരുന്നു, 14,000 സംതിങ് ആണ്, 14,000 സംതിങ് ആണ് എനിക്ക് ബോണസ് കിട്ടിയത്. അപ്പൊ അത് അത്രയും ബോണസ് കിട്ടാനായിട്ട് ഞാനും എൻ്റെ ടീമും കൂടി ചെയ്തൊരു ഓളി ഉണ്ടല്ലോ, ആ ടേൺ ഓവർ അതേപോലെ തന്നെ അതേ സ്ട്രക്ചറിൽ ഫോർവേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് ഞാൻ നോക്കി. അതായത് ആ എക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ ചെയ്ത അതേ വോളിയം, അതേ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത്ര ലൈനിലൂടെയൊക്കെ ആയിരിക്കും ബിസിനസ് കൊണ്ടുവന്നേക്കുന്നത്. അതേപോലെ തന്നെ ഇതിലും ഫോർവേഡിലും ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് ഞാൻ ഫോർവേഡിൽ വരുന്നതിന് മുമ്പാണ് കേട്ടോ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 14,000 രൂപ കിട്ടിയ സ്ഥലത്ത് ഫോർവേഡിൽ ആ സെയിം ടേൺ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ 60,000-ന് മുകളിൽ കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സാധാരണ ഏത് കമ്പനി എക്സും വൈയും ഇസെറ്റൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടല്ലോ, ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഫോർവേഡിൽ അങ്ങനെയല്ല, ഹ്യൂജ് ഡിഫറൻസ് ആണ്. അപ്പൊ ഇത് പലപ്പോഴും ആളുകൾ അതൊന്നും നോക്കാറില്ല, അല്ലെങ്കിൽ അത് മാർക്കറ്റിംഗ് പ്ലാൻ എങ്ങനെയാണ്, അതിന്റെ ഒരു പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ്, ഇതൊന്നും നോക്കാറില്ല. പിന്നെ അത് കൂടാതെ നോ മാച്ചിങ് എന്ന് പറയുന്നത്, അവിടെയും ഒരു ഇതുണ്ട്. ഇപ്പൊ പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ കാണുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഇതിൽ വന്നു, നിങ്ങൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവിടെ ഒരു 5,000 ബിസിനസ് വന്നു, എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിന്റെ ഒരു ബോണസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് മാത്രം പോരാ, നിങ്ങൾ വേറൊരാളെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അവിടെയും ഒരു 5,000 വരുമ്പോഴാണ് ഒരു മാച്ചിങ്, ഈ 5,000-ഉം 5,000-ഉം മാച്ച് ചെയ്യുമ്പോഴാണ് ബോണസ് തരുന്നത്. പല കമ്പനികൾ അങ്ങനെയുണ്ട്. പക്ഷെ ഫോർവേഡിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. ഒരു ബിസിനസ് കൊണ്ടുവന്നാൽ, നമ്മളിപ്പോ ഫോർവേഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരാളെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും, ഒരു 5,000 റുപ്പീസിന്റെ ബിസിനസ് നിങ്ങൾ ചെയ്തു, ഒരു പ്രിഫേർഡ് കസ്റ്റമർ ആണ്, വേറൊരു പ്രിഫേർഡ് കസ്റ്റമറെ കൊണ്ടുവന്നു. അദ്ദേഹം ചിലപ്പോ ഒരു 10,000 റുപ്പീസിന്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചെന്ന് വിചാരിക്കുക, എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. എത്രയാണോ വാങ്ങിക്കുന്നത് അവിടെ ആ നടക്കുന്ന ടേൺ ഓവർ അതിന്റെ 25% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും, അത് 2,500 വരും.
അതിന് വേറൊരാളെ കൊണ്ടുവരണമെന്നില്ല. ഇനി അതല്ല, ഇദ്ദേഹം 1000 രൂപയുടെ ബിസിനസ്സാണ് കൊണ്ടുവന്നതെന്ന് വിചാരിച്ചോ, അതിന്റെ 25% ലഭിക്കും, അതായത് 250 രൂപ. വേറെ കണ്ടീഷൻസ് ഇല്ല, നോ കണ്ടീഷൻസ്. അപ്പൊ ഇത് ഫോർവറിന്റെ മാത്രമുള്ള ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വേറെ ഒരു കമ്പനി ഇതേപോലെ ഇത്രയും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടും ഒരു ഹിഡൻ ആയിട്ടുള്ള അജണ്ട ഒന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഫോർവറിന്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഫോർവറിന്റെ മാർക്കറ്റിംഗ് പ്ലാനിൽ. ഇനി നമുക്ക് ഓരോ ബെനിഫിറ്റ്സിനെ പറ്റി നമുക്ക് നോക്കാം. ഫോർവറിൽ നമുക്ക് 12 തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. അതിൽ ഒന്നാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. റീറ്റെയിൽ പ്രോഫിറ്റ് 30% ആണ്. 30% ഓഫ് BRP. അപ്പൊ BRP എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. BRP എന്ന് പറയുന്നത് ബോണസ് റീക്യാപ്പ് പ്രൈസ്. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമ്മളുടെ വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഓറൽ ഹെൽത്തിനും ഒക്കെ വളരെ, റെസ്പിറേറ്ററി ഹെൽത്തിനൊക്കെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇതാണ്. അലോവേരയും ടെർമറിക്കും കുർക്കുമിൻ ചേർന്നിട്ടുള്ള പ്രൊപ്പറൈറ്ററി ആയുർവേദിക് മെഡിസിൻ ആണ് അലോട്ടർ. ഇതൊരു ലോസഞ്ചസ് ആണ്, 10 ഉണ്ടാവും. ഡെയിലി ഒരെണ്ണം കഴിക്കാൻ 2, 3, 4 വരെയൊക്കെ കഴിക്കാം നമുക്ക്. അത് ഡിപ്പെൻസ് നമ്മളുടെ നീഡ് അനുസരിച്ചിട്ട്. അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരെണ്ണം കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു നല്ല ഒരു ഇമ്മ്യൂണിറ്റിക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ MRP വരുന്നത് 370 രൂപയാണ്. അതിന്റെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രൈസ് BRP എന്ന് പറയും, അത് 315 ആണ്. MRP എന്ന് പറയുന്നത് മാക്സിമം റീറ്റെയിൽ പ്രൈസ്. നമ്മൾക്ക് കസ്റ്റമറിലേക്ക് പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ അതിൽ ആ പാക്കറ്റുമ്പോൾ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് ഈ MRP എന്ന് പറയുന്നത്. BRP എന്ന് പറയുന്നത് നമുക്ക് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ബോണസ് റീക്യാപ്പ് പ്രൈസ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ 2cc കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ 30% ഡിസ്കൗണ്ടിലാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. അത് വരുന്നത് 247 രൂപയാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് MRP 370 ആണ്, 247 രൂപയ്ക്കാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. അതായത് 123 രൂപ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. നമ്മൾ വാങ്ങിക്കുന്നത്, കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നത് 247 ആണ്. അപ്പോൾ എന്തൊരു പെർസെൻറ്റേജ് ലെവലാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം ഒരു 40% ആക്ച്വലി ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. എന്തിൻ്റെ? നമ്മൾ മുടക്കുന്ന പൈസയുടെ ഒരു 40% അവിടെ ഒരു പ്രോഫിറ്റ് കിട്ടുന്നു. 123 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി 40% ആയിരിക്കും. പക്ഷെ കമ്പനി 30% എന്നാണ് മാർക്കറ്റിംഗ് പ്ലാനിൽ പറയുന്നുള്ളൂ. BRPയുടെ ആയതുകൊണ്ടാണത്. ഏതിന്റെ? BRP എന്ന് പറയുന്നത് ഇതാണ്, 315 BRP. അതിന്റെ 30% ആണ്. പക്ഷെ അതിലും നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലഭിക്കും. അപ്പൊ ഇവിടെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചും ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള ലെവലിൽ എത്തിയിട്ടുള്ളവർക്ക് 30% റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. ഇനി അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ആഡ് ഓൺ നമുക്ക് പേഴ്സണൽ ബോണസ് ഉണ്ട്. അത് 18% വരെയുണ്ട്. 18% ഓഫ് BRP. 18% എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 18% അല്ല, ഒരു അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവലിൽ. അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവലിൽ എന്ന് പറയുമ്പോൾ 2cc കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളെയാണ് അസിസ്റ്റന്റ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവലിലുള്ള ആളെ സംബന്ധിച്ച് അഡീഷണൽ 5% ലഭിക്കും.
ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹം ആക്റ്റീവ് ആയിരിക്കണം. ആക്റ്റീവ് മീൻസ് 4cc ആക്റ്റീവ് ആയിട്ടുള്ളവർക്കാണ് ഈ 5% എക്സ്ട്രാ കിട്ടുന്നത്. 4cc ആക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പേഴ്സണൽ പർച്ചേസും അതേപോലെ തന്നെ നമ്മുടെ പ്രിഫേർഡ് കസ്റ്റമേഴ്സിന്റെ പർച്ചേസും കൂടി നോക്കിയിട്ട് 4cc ആക്റ്റീവ് ആണെങ്കിൽ എക്സ്ട്രാ കിട്ടും. ഇനി അത് ആക്റ്റീവ് അല്ലെങ്കിൽ ഈ 30% എന്തായാലും കിട്ടും. ഇത് കുറച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് കമ്പനി കൊടുക്കുന്ന ഇതിന് പറയുന്ന ആക്ച്വലി AS ബൂസ്റ്റ് എന്നാണ് ഈ ഇൻകത്തിന്റെ. ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് സൂപ്പർവൈസർ ആണ്. സൂപ്പർവൈസർ എന്ന് പറഞ്ഞെങ്കിൽ ഒരു 10cc ബിസിനസ് ഒരു മാസത്തില് നമ്മുടെ ടീമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർവൈസറായി. സൂപ്പർവൈസർക്ക് 30%-ന്റെ കൂടെ 8%-ഉം ലഭിക്കും. എന്തിന്റെ? BRPയുടെ. അപ്പോൾ 8% ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അലോട്ടം ഒരു സൂപ്പർവൈസർ വാങ്ങിക്കുവാണെങ്കിൽ അദ്ദേഹം 247 രൂപയ്ക്കാണ് അലോട്ടം വാങ്ങിക്കുന്നത്. ബോണസ് കൊടുക്കുന്നത് 315-ന്റെ. ഇതിനും ഇദ്ദേഹം ആക്റ്റീവ് ആവണം നിർബന്ധമില്ല. ആ ജസ്റ്റ് പർച്ചേസ് ചെയ്താൽ പോലും അദ്ദേഹത്തിന് 30-ഉം 8-ഉം 38% എന്തിന്റെ? BRPയുടെ കിട്ടുന്നു. ശരിക്കും അത് വലിയൊരു പ്രോഫിറ്റ് ആണ്. നമ്മൾ DP വെച്ച് നോക്കുകയാണെങ്കിൽ 10% മുകളിലുണ്ടാവും. നെക്സ്റ്റ് ലെവലാണ് അസിസ്റ്റന്റ് മാനേജർ. അസിസ്റ്റന്റ് മാനേജറെ സംബന്ധിച്ച് 13% ആണ് ലഭിക്കുന്നത്. അതായത് അദ്ദേഹം പേഴ്സണലി പർച്ചേസ് ചെയ്യുന്നതിന്റെ 30% ഡിസ്കൗണ്ട് ബില്ലിൽ തന്നെ കുറയുന്നു. കൂടാതെ 13% BRPയുടെ ലഭിക്കുന്നു. അസിസ്റ്റന്റ് മാനേജർ ആവാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 60cc 2 മാസം കൊണ്ട് നമ്മളുടെ ടീമിൽ എന്നാണോ അടുത്തടുത്ത 2 കൺസിക്യൂട്ടീവ് മന്ത്സിൽ എത്തുന്നു ആ സമയത്ത് നമ്മൾ അസിസ്റ്റന്റ് മാനേജറായി. ഒരിക്കൽ അസിസ്റ്റന്റ് മാനേജർ ആയാൽ പിന്നെ താഴേക്ക് വരില്ല. ഇനി അത് കൂടാതെ അടുത്ത ലെവലിൽ മാനേജറാണ്. മാനേജർക്ക് 18% കിട്ടും. ശരിക്കും അവിടെ 30 + 18 48% ആണ് കിട്ടുന്നത്. എന്തിന്റെ? DPയുടെ അല്ല, BRPയുടെ. ഇവിടെ മാനേജർ ആവാനായിട്ട് 120cc 2 months കൊണ്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ മാനേജർ ആവും. അല്ലെങ്കിൽ 150cc 4 months കൊണ്ട് 4 മാസം കൊണ്ട് 150cc വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് പ്രൊമോഷൻ ആവാം, മാനേജർ ആവാം. മാനേജർ ആയി കഴിഞ്ഞ പർച്ചേസിന് നമുക്ക് ലഭിക്കുന്നത് 30 + 18 ആണ് കിട്ടുന്നത്, 48%. അപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ CC എന്ന് പറഞ്ഞു. എന്താണ് CC? CC എന്ന് പറയുന്നത് കേസ് ക്രെഡിറ്റ്. ഇതൊരു പോയിന്റ് ആണ്. ഈ പോയിന്റ് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമുക്ക് പലതരത്തിലുള്ള പ്രമോഷൻസ്, ട്രിപ്പുകൾ ഇതൊക്കെ തരുന്നുണ്ട്. പല ഇൻസെന്റീവ്സ് ഒക്കെ തരുന്നത് അതെല്ലാം അതിനെ അച്ചീവ് ചെയ്യുന്നതിനുള്ള പോയിന്റ് ആണ്. കാൽക്കുലേഷൻ എല്ലാം BRPയിലായിരിക്കും ബോണസ് ഒക്കെ. ഇതിൽ നമുക്ക് ഇത് പ്രമോഷൻസ് ലഭിക്കാനാണ് ഈ പോയിന്റുകൾ. അതെല്ലാം ഓരോ ഉൽപ്പന്നത്തിന്റെ റേറ്റ്, ആ പ്രൈസ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ 247 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഉൽപ്പന്നത്തിന് കിട്ടുന്ന CC-നേലും കൂടുതലായിരിക്കും 500 റുപ്പീസിന്. ആ രീതിയിൽ ആ പ്രോഡക്റ്റിന്റെ വില അനുസരിച്ചിട്ട് CC വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് CC എന്ന് പറഞ്ഞ കേസ് ക്രെഡിറ്റ്, അത് കമ്പനി കറൻസി, കോമൺ കറൻസി എന്നൊക്കെ പറയാം. ഇതെല്ലാം പ്രമോഷന് വേണ്ടിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു CCയുടെ ഒരു റീറ്റെയിൽ വാല്യൂ നോക്കുവാണെങ്കിൽ, MRP നോക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 20,555. ഞാൻ ജസ്റ്റ് ഇപ്പോൾ അലോ ടേമിന്റെ നോക്കുവാണെങ്കിൽ MRP വരുന്നത് 20,555 ആണ്. അതിന്റെ BRP എന്ന് പറയുന്നത് 17,500 ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഹോൾസെയിൽ പ്രൈസ് പറയുകയാണെങ്കിൽ ആ ഒരു 1cc-യുടെ ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 13,722. അതായത് 13,722 ടാക്സ് അടക്കം ഉള്ള ഒരു ഉൽപ്പന്നം നമ്മൾ വാങ്ങിക്കുമ്പോൾ കമ്പനി അതിന് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 17,500-ലാണ്. അപ്പൊ നമ്മൾ 13,722 രൂപയുടെ ബിസിനസ് ചെയ്ത കമ്പനി 17,500-ന്റെ ഇൻസെന്റീവ്സ് തരുന്നു.
ഇതൊരു ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലും ഈ ഒരു സിസ്റ്റം ഇല്ല. എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വിലയുടെ ഒരു 40% മാത്രമാണ് അവർ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത്. ഓക്കെ. മൂന്നാമത്തെ ഇൻസെന്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് എന്നാണ് പറയാം, പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ്. പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ് ഇത് 25% ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബിഗിനർക്ക് പോലും ഈ ഇൻകം ഏൺ ചെയ്യാം. ബിഗിനർ എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഫോറവറിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഫ്രീ മെമ്പർഷിപ്പാണ്. പ്രിഫേർഡ് കസ്റ്റമർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അദ്ദേഹത്തിന് എന്തായാലും ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആ സോഷ്യൽ മീഡിയ വഴി കോൺടാക്ട്സുകൾ ഉണ്ടാവും. അതിൽ പലരും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, എക്സ്ട്രാ ഇൻകം ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ടാവും. ഇവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒറ്റ കാര്യമുള്ളൂ, ആ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു എലിജിബിലിറ്റി എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ, ഒരു 5000 റുപ്പീസിന്റെ പർച്ചേസ് ഒരു കലണ്ടർ മന്തിൽ ഒരുമിച്ചെടുക്കണം എന്നില്ല. 1000 രൂപയുടെ 5 പർച്ചേസ് ആവാം, അല്ലെങ്കിൽ 5000 രൂപയുടെ ഒരു പർച്ചേസ് തന്നെ ആവാം. ആ രീതിയിൽ ഒരു മാസത്തിൽ 5000 രൂപയുടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്പോൺസർ ചെയ്യാം. സ്പോൺസർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ, റെഫർ ചെയ്യുമ്പോൾ ഓരോ ആളുകളും, ചിലർ 1000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുന്നവരുണ്ടാവും, 2000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവരുണ്ടാവും, 3000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവരുണ്ടാവും, 4000, എങ്ങനെ ആയിക്കോട്ടെ, എത്ര രൂപയുടെ ആണെങ്കിലും അവര് നെക്സ്റ്റ് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവലിൽ ക്വാളിഫൈ ചെയ്യുന്നത് വരെ ഉള്ള ഒരു ടേൺ ഓവർ, അപ്രോക്സിമേറ്റ്ലി ഒരു അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവലിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് 2 മാസം കൊണ്ട് ഒരു 38,000 അടുത്ത് ഉള്ളൊരു ടേൺ ഓവറാണ് വരുന്നത്. പിന്നെ സ്റ്റാർട്ട് യുവർ ജേണി പാക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 30,000 ആ റേഞ്ച് വരുന്നത്. അത് എത്തുന്നത് വരെ നമ്മൾ ഈ ഇൻട്രൊഡ്യൂസറെ സംബന്ധിച്ച് 25% പ്രോഫിറ്റ് കിട്ടും. ഇവിടെ തന്നെ 4 പേര് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ടോട്ടൽ 10,000 ടേൺ ഓവർ നടക്കുമ്പോൾ അതിന്റെ 25% എന്ന് പറയുമ്പോൾ 2,500 രൂപ അദ്ദേഹത്തിന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഇനി ഇവര് പിറ്റേ മാസം വാങ്ങിക്കുമ്പോൾ ഇത് കിട്ടും, ഒരു പ്രാവശ്യമല്ല. സാധാരണ റെഫറൽ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ആ റെഫർ ചെയ്യുമ്പോൾ മാത്രമാണ്. ഇവിടെ പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ആ വ്യക്തി പിന്നീടും എല്ലാം വാങ്ങിക്കുന്നതിൽ എല്ലാം നമുക്ക് ഈ ഒരു 25% പ്രോഫിറ്റ് കിട്ടും. പ്രിഫേർഡ് കസ്റ്റമർക്ക് പോലും ഇത് പുതിയ അപ്ഡേഷൻ അല്ലെങ്കിൽ ഒരു എൻഹാൻസ്മെന്റ് ആണ്. കോവിഡ് ഒക്കെ വന്നതിന് ശേഷം 2021 ഈ പ്രിഫേർഡ് കസ്റ്റമേഴ്സിന് സ്പോൺസർ ചെയ്യാനുള്ള എലിജിബിലിറ്റി. ഇത് ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ മാത്രമായിരിക്കും ഈ സ്പോൺസറിങ് ചെയ്യാൻ പറ്റുന്നത്. ഇന്റർനാഷണലി സ്പോൺസർ ചെയ്യാനായിട്ട് ഇവർ എലിജിബിൾ അല്ല. ഇന്റർനാഷണലി പ്രിഫേർഡ് കസ്റ്റമർക്ക് പ്രോഡക്റ്റ് ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാം. പ്രിഫേർഡ് കസ്റ്റമറെ സംബന്ധിച്ച് 5% ഡിസ്കൗണ്ട് ആണ് പേഴ്സണൽ ഡിസ്കൗണ്ട് കിട്ടുന്നത്. അതവർക്ക് ഏത് രാജ്യത്ത് പോയാലും അവർക്ക് വാങ്ങിക്കാം. പക്ഷെ ഇന്ത്യയിൽ അവർക്ക് സ്പോൺസർ ചെയ്യാനും അതിലൂടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ഏൺ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പോലും ഒരു ചെറിയൊരു എമൗണ്ടിൽ, ഒരു 5,000 റുപ്പീസിന് അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ, അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പേസ്റ്റ്, സോപ്പ്, ഷാംപൂ, കണ്ടീഷണർ, ഡിയോഡറൻറ്റ്, പെർഫ്യൂം, അങ്ങനെ ഉള്ള ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ ഹീറ്റ് ലോഷൻ, പെയിൻ റിലീഫിനുള്ളത്, അതായത് ഞാൻ പറയുന്നത് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതർ ബ്രാൻഡുകൾ ചേഞ്ച് ചെയ്തിട്ട് പുതിയ, അതായത് ഫോറവറിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഒന്ന് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്, ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അത് ഒരു ശരിക്കും പറഞ്ഞ ഒരു വിൻ വിൻ സ്ട്രാറ്റജിയാണ്. ആരും ഇതിൽ ലൂസേഴ്സ് ഇല്ല. അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ബിസിനസ് ചെയ്യാനും ആ ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനും പിന്നെ എക്സ്ട്രാ ഇൻകത്തിലേക്ക് വരാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫോറവറിൽ സ്റ്റാർട്ട് ചെയ്ത് ഡേ 1 അവർക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും വളരെ സിംപ്ലിഫൈഡ് ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ്. അത് വളരെ പ്രോഫിറ്റബിളുമാണ്. 25% ചെറിയൊരു പ്രോഫിറ്റ് അല്ല. ഞാൻ ഫെർട്ടിലൈസറിന്റെ പെസ്റ്റിസൈഡ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ചെയ്തിരുന്നതാണ്.
1% 2% ഒക്കെയാണ് നമ്മളൊരു ഓരോ പ്രോഡക്ട്സിനും നമുക്ക് കിട്ടുന്നത്. അത് തന്നെ ട്രാൻസ്പോർട്ടിങ് അതൊക്കെ കഴിഞ്ഞ് അതിന്റെ ലോഡിങ് അൺലോഡിങ് അത് കഴിയുമ്പോഴേക്കും ശരിക്കും നഷ്ടത്തിലാണ് വരുന്നത്. ഇവിടെ നമുക്കൊന്നുമില്ല, എല്ലാം ഒരു പ്രിഫേർഡ് കസ്റ്റമറെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്തുള്ള ഒരാള് ബാംഗ്ലൂരോ ഡൽഹിയിലോ ഉള്ളവരെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാൽ മതി. കാരണം ഓരോ പ്രിഫേർഡ് കസ്റ്റമർക്ക് ഒരു 12 ഡിജിറ്റ് ID നമ്പർ ഉണ്ട്. ആ ID നമ്പർ സ്പോൺസർ ID ആയിട്ട് ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവര് നിങ്ങളുടെ ഫ്രണ്ടോ റിലേറ്റീവോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴിയുള്ള കോൺടാക്ട്സ് ആയിക്കോട്ടെ, അവര് അതിൽ കയറി പർച്ചേസ് ചെയ്യും, അവർ മെമ്പർഷിപ്പ് എടുക്കും, അവർക്കും ഡിസ്കൗണ്ട് കിട്ടും, നിങ്ങൾക്ക് പ്രോഫിറ്റും കിട്ടും. അപ്പൊ ഇതിന്റെ ലിങ്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്തു ഒരു 5,000 പർച്ചേസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോൺസറിങ് ലിങ്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലെല്ലാം നിങ്ങൾക്ക് ആളുകളെ കണക്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ID നമ്പർ എത്രയാണോ, ഒരു 12 ഡിജിറ്റ് ID നമ്പർ ഉണ്ടാവും. 910123456789. ഇത് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ നമ്പർ ആണ്. നിങ്ങളുടെ നമ്പർ എന്താണോ .fbo.forEverLiving.com. ഇത് നിങ്ങൾ വാട്സാപ്പിലോ ഇമെയിലോ നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് പോകും, foreverliving.com പോകും. ദെൻ അവർക്ക് ജോയിൻ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. അവരെ അഡ്രസ്സും ഇമെയിൽ ID മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മെമ്പർഷിപ്പായി. അവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് മൈ ഫോർഎവർ ഇന്ത്യ എന്നുള്ളൊരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് ലോഗിൻ ചെയ്ത് അവരുടെ അഡ്രസ്സിലേക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അവർക്ക് നിയറസ്റ്റ് RDO റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ പോയിട്ട് ഡയറക്റ്റ്ലി പ്രോഡക്റ്റ് വാങ്ങിക്കാം. ഇത് വളരെ അട്രാക്റ്റീവ് ആണ്. ഇത് പ്രിഫേർഡ് കസ്റ്റമേഴ്സിന് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഈ 25% കിട്ടും. അത് അസിസ്റ്റന്റ് സൂപ്പർവൈസർക്കും എല്ലാവർക്കും ഈ 25% എല്ലാവർക്കും സെയിം ആണ്. ഓരോ ആളുകളും ഡയറക്റ്റ്ലി സ്പോൺസർ ചെയ്യുന്നതിന് 25% കിട്ടും. പക്ഷേ അത് കൂടാതെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ ഉള്ള ഒരു ബെനിഫിറ്റ് ആണ് പ്രിഫേർഡ് കസ്റ്റമർ ബോണസ്. 18% വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഒരു ആക്ടിവിറ്റിക്ക് കിട്ടുന്നതാണ്. ഈ 25%ഉം 18%. ശരിക്കും 43% ആണ്. അതിന്റെ സ്പ്ലിറ്റപ്പ് ആണ് ഞാൻ കാണിക്കുന്നത്. പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ് എല്ലാവർക്കും, പ്രിഫേർഡ് കസ്റ്റമർക്കായാലും അസിസ്റ്റന്റ് സൂപ്പർവൈസർക്കും മാനേജർക്കും എല്ലാം സെയിം ആണ്. പക്ഷെ പ്രിഫേർഡ് കസ്റ്റമർ ബോണസ് എന്ന് പറയുന്നത് ഓരോ റാങ്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഒരു ആക്റ്റീവ് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആണെങ്കിൽ 5%. ഒരു സൂപ്പർവൈസർ റാങ്കിലുള്ള ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് 8% കിട്ടും. അസിസ്റ്റന്റ് മാനേജർക്ക് 13%, മാനേജർക്ക് 18%. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫേർഡ് കസ്റ്റമർക്ക് 25% ആണ്. അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആക്റ്റീവ് ആയിട്ടുള്ള അസിസ്റ്റന്റ് സൂപ്പർവൈസറിനാണെങ്കിൽ ആ 25%ന്റെ കൂടെ 5% കൂടി വരും. അപ്പൊ 30% ആയി. ഈ രണ്ടും കൂടി ഉള്ള ഇൻകോണ് ഞാൻ പറയുന്നത്. ഒരു സൂപ്പർവൈസർക്കാണെങ്കിൽ 33% ആയി. ഒരു അസിസ്റ്റന്റ് മാനേജർക്ക് 38% ആയി. മാനേജർക്ക് 43% ആയി. അതായത് 25% കൂടി ആഡ് ചെയ്യുമ്പോൾ, അതായത് നമ്മളൊരു ആളെ ഒരു പ്രോസ്പെക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു മാനേജർ എന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങളൊരു മാനേജറാണ്, നിങ്ങൾ US ഒരു ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം ഒരു $100 പ്രോഡക്റ്റ് വാങ്ങിച്ചു. അതിന്റെ 43% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാം. അതായത് $43 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഈ അസിസ്റ്റന്റ് സൂപ്പർവൈസർ മുതൽ നിങ്ങൾക്ക് ഇന്റർനാഷണലി സ്പോൺസർ ചെയ്യാം. ഈ 2cc ക്വാളിഫൈ ചെയ്തു അസിസ്റ്റന്റ് സൂപ്പർവൈസറെ സംബന്ധിച്ച് 160 രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് അത്രയും രാജ്യങ്ങളിൽ ഓൺലൈൻ സ്റ്റോറും ഉണ്ട്. ഓൺലൈൻ സ്റ്റോറിൽ
കസ്റ്റമർക്ക് നേരിട്ട് ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കയറി പർച്ചേസ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ഫുള്ള് കിട്ടും. 30% നിങ്ങളുടെ ബോണസും കിട്ടും. മാനേജർ ആണെങ്കിൽ 48% കിട്ടും. അവിടെ അവർ മെമ്പർഷിപ്പ് എടുക്കുന്നില്ല. അവർ നിങ്ങളുടെ സ്റ്റോറിൽ, ഓൺലൈൻ സ്റ്റോറിൽ കയറുന്നു, പ്രോഡക്റ്റുകൾ നോക്കി സെലക്ട് ചെയ്തിട്ട് അവർ പർച്ചേസ് ചെയ്യുന്നു, പേയ്മെന്റ് കൊടുക്കുന്നു, അവർക്ക് അത് അവരുടെ അഡ്രസ്സിലേക്ക് പോകുന്നു. പക്ഷെ എപ്പോഴും നല്ലത് നമ്മൾ അവർക്കൊരു മെമ്പർഷിപ്പ് കൊടുക്കുന്നതാണ്. കാരണം അവർക്കൊരു ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ അവർ പെർമനന്റ് നമ്മളുടെ ഒരു കസ്റ്റമർ ആയിട്ട് മാറുകയും ചെയ്യും. നമുക്ക് അവർ പിന്നീട് വാങ്ങിക്കുമ്പോഴെല്ലാം പ്രോഫിറ്റ് കിട്ടും. ഒരു പ്രാവശ്യം മാത്രമല്ല, റിപ്പീറ്റഡ് അവരെപ്പോൾ വാങ്ങിക്കുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് പോയി. ഈവൻ നമ്മൾ ആക്റ്റീവ് അല്ലെന്ന് വിചാരിച്ചു, ഫോർവേഡിൽ നമ്മൾ ഇല്ല, നമ്മൾ കുറച്ച് വർക്കൊക്കെ ചെയ്തു. കുറച്ച് ആദ്യം വന്നപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പല കൺട്രീസിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ പിന്നീട് നിങ്ങൾ എന്തെങ്കിലും തിരക്ക് കൊണ്ട് നിങ്ങൾ ആക്റ്റീവ് അല്ല എന്ന് വിചാരിക്കാം. അങ്ങനെ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും അവരൊക്കെ പർച്ചേസ് ചെയ്ത്, നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോഴെല്ലാം അതിന്റെ ബോണസ് നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ചിട്ട്, നിങ്ങൾ ഏതാണോ, ഇന്ത്യക്കകത്താണ് പ്രിഫേർഡ് കസ്റ്റമർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് 25% വരും. ഇനി ഇന്റർനാഷണലി ഉള്ളവർക്കാണ്, ഇപ്പോൾ അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവലാണെങ്കിൽ അവിടെയും 25 ആയിരിക്കും. നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ ഒരു അഡീഷണൽ 5 കൂടി വരും. നിങ്ങളൊരു മാനേജർ ലെവലാണെങ്കിൽ 43% ആണ്. ഒരാൾ 1000 രൂപയുടെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 430 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഇത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് പ്ലാൻ ഞാൻ എൻ്റെ ലൈഫിൽ, അതായത് 27 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അത് നമ്മളൊരു ആ മാസം നമ്മളൊരു എന്തെങ്കിലും പേഴ്സണൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടോന്നോ ആക്റ്റീവ് ആണെന്നോ ഒന്നും അവിടെ ക്രൈറ്റീരിയ ഇല്ല. നിങ്ങൾ ഡെവലപ്പ് ചെയ്ത പ്രിഫേർഡ് കസ്റ്റമേഴ്സിന്റെ ആ ബിസിനസ് എപ്പോൾ നടക്കുമ്പോഴും, അതായത് നിങ്ങളൊരു എഫർട്ട് ഇട്ടിട്ടാണല്ലോ അത് നടക്കുന്നത്. നേരത്തെ അവർ രജിസ്റ്റർ ചെയ്തിട്ട് അവർ എപ്പോൾ പർച്ചേസ് ചെയ്താലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആവും. ഇനി അടുത്തത് 5ാമത്തെ ഇൻകം, ടീം ബോണസ്. ടീം ബോണസ് വരുന്നത് അതും 18% ആണ് ടീം ബോണസ് ഓഫ് BRP. അത് ഓരോ റാങ്കുകളിലും, ഇപ്പൊ സൂപ്പർവൈസറെ സംബന്ധിച്ച് 3% മുതൽ 8% വരെ ലഭിക്കാം. അസിസ്റ്റന്റ് മാനേജറെ സംബന്ധിച്ച് ടീം ബോണസ് സൂപ്പർവൈസർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അസിസ്റ്റന്റ് മാനേജർക്ക് 5% മുതൽ 10% വരെ ലഭിക്കാം. മാനേജർക്ക് 5% മുതൽ 18% വരെ. ഇവിടെ ഞാൻ പറഞ്ഞതിൽ അസിസ്റ്റന്റ് മാനേജർക്ക് 5% മുതൽ 13% വരെ കിട്ടും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതായത് നമ്മുടെ ടീമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവിടെ ആക്ച്വലി. ഒരു മാനേജർ, നിങ്ങൾ മാനേജറാണ്, 48%ലാണ്. നിങ്ങളുടെ ഒരു ലൈൻ അസിസ്റ്റന്റ് മാനേജറാണ്, അദ്ദേഹം 43% ആണെങ്കിൽ 5% കിട്ടും. വേറൊരു ലൈൻ സൂപ്പർവൈസർ ആണെങ്കിൽ, സൂപ്പർവൈസറെ സംബന്ധിച്ച് അദ്ദേഹം 38%ലാണ്. ആ ഗ്രൂപ്പിൽ നിന്ന് 10% കിട്ടും. ഇനി വേറൊരു ഗ്രൂപ്പ് അസിസ്റ്റന്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആണെങ്കിൽ അദ്ദേഹം 35%ലാണ്. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്നത് 13%. ഇനി വേറൊരു ലൈൻ അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആണ്, 30%. ആ ഗ്രൂപ്പിൽ നിന്ന് 18% കിട്ടും. ഇതൊരു മാനേജറെ സംബന്ധിച്ചു. അസിസ്റ്റന്റ് മാനേജറെ സംബന്ധിച്ചു അതേപോലെയാണ്. അസിസ്റ്റന്റ് മാനേജർക്ക് ഒരു സൂപ്പർവൈസർ ലൈൻ ഉണ്ടെങ്കിൽ അദ്ദേഹം 38%ലാണ്, അവിടെ നിന്ന് 5% കിട്ടും. വേറൊരു ലൈൻ ഒരു ആക്റ്റീവായിട്ടുള്ള അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആണെങ്കിൽ അവിടെ 35% ആണ്, അദ്ദേഹത്തിന് അതിൽ നിന്ന് 8% കിട്ടും. വേറൊരു ലൈൻ ഒരു അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആണ്, ആക്റ്റീവ് ഒന്നുമല്ല, 30% ലെവലിലാണ്. അവിടെ നടക്കുന്ന ബിസിനസ്സിന് അദ്ദേഹത്തിന് 13% കിട്ടും. ഇതേപോലെ തന്നെ സൂപ്പർവൈസർക്ക്, ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള സൂപ്പർവൈസർ നോക്കുക,
ഇദ്ദേഹം സൂപ്പർവൈസറാണ്, 38 ആണ്. ഇദ്ദേഹത്തിന്റെ ലൈനിൽ 2 ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള AS ഉണ്ട്, ഒരു AS ഉണ്ട്. ആക്റ്റീവ് ആയിട്ടുള്ള AS എന്ന് പറയുമ്പോൾ 35%ലാണ് നിൽക്കുന്നത്. ആ ഗ്രൂപ്പിൽ അദ്ദേഹം മാത്രമല്ല ഉണ്ട്, ആ ഗ്രൂപ്പിൽ കുറെ ആൾക്കാരുണ്ടാവും. അവിടെ 38 - 35 എന്ന് പറയുമ്പോൾ 3% കിട്ടും. വേറെ ഒരു അസിസ്റ്റന്റ് സൂപ്പർവൈസർ 30%ലാണെങ്കിൽ അവിടെ നിന്ന് 8% കിട്ടും. ശരിക്കും പറഞ്ഞ ഒരു മാനേജറെ സംബന്ധിച്ച് ടീം ബോണസ് തന്നെ ഒരു 6 ഫിഗർ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. അത്രയും പേ ഔട്ട് ഉണ്ട്. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് DP-യിലല്ല, BRP-യിലാണ് കൊടുക്കുന്നത്. അതായത് ഈക്വൽ ടു MRP, GSTക്ക് മുമ്പുള്ള ഒരു പ്രൈസ് എന്ന് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. അപ്പൊ ഇതൊരു ശരിക്കും എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഒരു മാനേജർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലുള്ള പേഴ്സണൽ ഡിസ്കൗണ്ടും അല്ലെങ്കിൽ റീറ്റെയിൽ പ്രോഫിറ്റും പേഴ്സണൽ ബോണസും അതേപോലെ തന്നെ പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റും പ്രിഫേർഡ് കസ്റ്റമർ ബോണസ് 18% ആണ്, പ്രോഫിറ്റ് 25% ഉണ്ട്. പിന്നെ ടീം ബോണസ് ആണെങ്കിൽ ഇതേപോലെ തന്നെ 5 to 18% ടീം ബോണസ് ഉണ്ട്. ഇതെല്ലാം നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ സ്റ്റാർട്ടിംഗ് ലെവലിലുള്ളവർക്കും ഇൻകം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ടീം ബോണസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൂപ്പർവൈസർ റാങ്കിലാണ്. ഇപ്പൊ സൂപ്പർവൈസർ ആവാനായിട്ട് ഇപ്പൊ വളരെ ഈസിയാണ്. 10 CC മതി. ഒരു മാസം നമുക്ക് ഇന്ത്യയിലും ദുബായിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ആയിട്ട് ഒരു 10 CCയുടെ ബിസിനസ് നമ്മുടെ ഓർഗനൈസേഷനിൽ വന്നാൽ മതി. വളരെ ഈസിയായി. മുമ്പ് 25 CC 2 മാസം കൊണ്ടായിരുന്നത് ഇപ്പൊ ഒരു മാസം 10 CC കൊണ്ട് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവലിലുള്ളവരെല്ലാം പെട്ടെന്ന് ഈ മാസം തന്നെ സൂപ്പർവൈസർ ലെവലിൽ ക്വാളിഫൈ ചെയ്യുക. ദെൻ നിങ്ങളുടെ ടീമിൽ കൂടുതൽ സൂപ്പർവൈസേഴ്സിന് ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാനേജർ ആവാനായിട്ട് സാധിക്കും. അവർക്കും അടുത്ത ലെവലിലേക്ക് മാനേജർ ആവാനും. അപ്പോൾ അവിടെ നമ്മുടെ ടീമിൽ മാനേജേഴ്സ് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഒരു ഇൻകത്തിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ആവും. ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയാം. ടീം ബോണസ് നമുക്ക് ഒരു ലൈനിൽ നിന്ന് അസിസ്റ്റന്റ് മാനേജർ വരെയുള്ള ലൈനുകളിൽ നിന്നാണ് ടീം ബോണസ് വരുന്നത്. അവിടെ ഒരു മാനേജർ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ അപ്കമിങ് ലീഡേഴ്സ് എല്ലാവരും ഇതൊക്കെ ശരിക്കും പഠിച്ചിരിക്കണം. കാരണം ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത് നമ്മൾ റീറ്റെയിൽ പ്രോഫിറ്റ് പറഞ്ഞു, പേഴ്സണൽ ബോണസ് പറഞ്ഞു, പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ് പറഞ്ഞു, പ്രിഫേർഡ് കസ്റ്റമർ ബോണസ് പറഞ്ഞു, ടീം ബോണസ് പറഞ്ഞു, ലീഡർഷിപ്പ് ബോണസ് പറഞ്ഞ 6ാമത്തെ ഇൻകം. ഇപ്പൊ ഇവിടെ ലീഡർഷിപ്പ് ബോണസിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പൊ നമ്മൾ മാനേജറാണ്, 48%ലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളുടെ ഒരു പാർട്ട്ണർ അസിസ്റ്റന്റ് മാനേജറാണ്, അദ്ദേഹം 43%ലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് 5% പ്രോഫിറ്റ് വരുന്നുണ്ട് അല്ലെ, അതായത് ടീം ബോണസ് വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരാളിൽ നിന്നല്ല, ഒരു എൻറ്റയർ ഗ്രൂപ്പിൽ നിന്നാണ്. അദ്ദേഹത്തിന് കുറെ ടീം മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ അവിടെ നിന്നെല്ലാം നമ്മൾക്ക് ബിസിനസ് വരുന്നുണ്ട്. ഈ 5% നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും ഒരു അസിസ്റ്റന്റ് മാനേജർ എന്തായാലും അസിസ്റ്റന്റ് മാനേജറായിട്ട് നിൽക്കില്ല. അദ്ദേഹം നേരെ മാനേജർ ലെവലിലേക്ക് ക്വാളിഫൈ ചെയ്യും, 48ലേക്ക് വരും. അപ്പൊ ഇവിടെ 48 - 48 എന്താണ്? 0 ആണ്, 0% ആണ്. പക്ഷെ ഫോറവറിൽ 48 - 48 എന്ന് പറയുന്നത് 0 അല്ല, 6 ആണ്, 6%. അതായത് ഇദ്ദേഹം അസിസ്റ്റന്റ് മാനേജറിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പിൽ ഒരു 5 lakhs ടേൺ ഓവർ ഉണ്ടെങ്കിൽ എന്തായാലും മാനേജർ ലെവലിലേക്ക് അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് വലിയ നെറ്റ്വർക്ക് ആയിട്ട് വളർന്നിട്ടുണ്ടാവും. ഒരു 10 lakhs ടേൺ ഓവർ ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹം 5 lakhs ടേൺ ഓവർ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു 5% ആയിരിക്കും ടീം ബോണസ് വരുന്നത്. ഒരു 25,000 ആയിരിക്കും നമ്മൾക്ക്, നിങ്ങൾ ആണ് സ്പോൺസർ എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇദ്ദേഹം നിങ്ങളുടെ അതേ പൊസിഷനിലേക്ക് തന്നെ പ്രൊമോട്ടഡ് ആവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ടേൺ ഓവറും കൂടും, പെർസെൻറ്റേജും കൂടും. 10 lakhs ആണെന്ന് വിചാരിക്കുക, എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. 6% ആണ്, 60,000 രൂപ കിട്ടും ഒരു മാസത്തിൽ ഒരു ലൈനിൽ നിന്ന്. അതൊന്നുമല്ല, അതിൽ കൂടുതൽ ടേൺ ഓവർ ചെയ്യുന്ന മാനേജേഴ്സ് ഇന്ന് കേരളത്തിലുണ്ട്. 10 lakhs എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഞാനൊരു എക്സാമ്പിൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് പറയുന്നു മാത്രം. ഇനി പോട്ടെ, ഇദ്ദേഹം 5 lakhs തന്നെയാണ് ആ മാസം മാനേജറായിട്ട് ചെയ്യുന്നതെങ്കിലും ഈ 25,000 എന്നുള്ളത് 6%ലേക്ക് മാറുമ്പോഴേക്കും
5% ആണ് 25,000. 6% എന്ന് പറയുമ്പോൾ 30,000 ആയി. അപ്പൊ ഇൻകം കൂടുള്ളൂ. അപ്പൊ നമ്മളുടെ ഗ്രൂപ്പിൽ വരുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് ഹയർ ലെവലിലേക്ക്, അത് മാനേജർ ലെവലിലേക്ക് എത്തിക്കുന്നതിലൂടെ നമ്മൾക്ക് പ്രോഫിറ്റ് കൂടുകയുള്ളൂ, കുറയൂല. മറ്റു പല കമ്പനികളിലും അങ്ങനെയല്ല. നമ്മുടെ പൊസിഷനിലേക്ക് ഒരു ആൾ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഇൻകം തീരെ കുറയുന്നു, പിന്നെ നമ്മൾ നെഗറ്റീവോ. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് കൂടുതൽ ആളുകളെ നമ്മൾ എന്താ സക്സസ്ഫുൾ ആക്കുന്നതോളം ഇതോടെ നമ്മളും വലിയ രീതിയിൽ സക്സസ്ഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത് 6% ആണ് ഫസ്റ്റ് ജനറേഷൻ. ഇത് 7%, 8%, 9% എന്നുള്ള ലെവലിലേക്ക് കൂടും. ഈ 6 തന്നെ 7, 8, 9 ആവും. അത് നമ്പർ ഓഫ് മാനേജേഴ്സ് കൂടുന്നതനുസരിച്ചിട്ടാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ വേറെ മാനേജേഴ്സ് വരുമല്ലോ, തീർച്ചയായിട്ടും വരും. അവിടെ എല്ലാം നമുക്ക് ഈ സെക്കൻഡ് ജനറേഷനിൽ 3% ആണ് ലഭിക്കുന്നത്. തേർഡ് ജനറേഷൻ, അതായത് ഇതിന് താഴെയുള്ള മാനേജർ, ഒരു മാനേജർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, അദ്ദേഹത്തിന്റെ എൻറ്റയർ ഗ്രൂപ്പ്. അവിടെ ചിലപ്പോൾ 300 പേരുണ്ടാവും, ചിലപ്പോൾ 1000 പേരുണ്ടാവും. എത്ര പേരുണ്ടെങ്കിലും അവിടെ എല്ലാം നടക്കുന്ന ബിസിനസിന്റെ ലഭിക്കുന്നത് 2% ആണ്. 632. ഇത് തന്നെ നമ്പർ ഓഫ് മാനേജേഴ്സ് കൂടുന്നതനുസരിച്ചിട്ട് ജനറേഷനിലും നമ്മുടെ പെർസെൻറ്റേജ് ലെവലുകൾ ആ പെർസെൻറ്റേജും മാറും. 6% വരെ. അതേപോലെ തേർഡ് ജനറേഷനിൽ 5% വരെ. ഇപ്പൊ ലീഡർഷിപ്പ് ബോണസ് തന്നെ നോക്കിയാൽ 965, 20% ഓഫ് എന്താണ് BRP, അതായത് MRPയുടെ 20% എന്ന് പറയാം. അവിടെ ആ GST മാത്രമാണ് അവിടെ വരാത്ത ഉള്ള ഒരു ഫിഗർ. ഹ്യൂജ് പ്രോഫിറ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മണി കിടക്കുന്നത്. ബിഗ് മണി ഇവിടെയാണ്. 6 ഫിഗറും, അതെ ടീം ബോണസ് ഒക്കെയാണ് 6 ഫിഗർ. ഇവിടെ 7 ഫിഗറും 8 ഫിഗറൊക്കെ മന്ത്ലി ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ആണ് ഇവിടെ ഉള്ളത്. പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുടെ പ്ലാനുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ അവർ മൊത്തം പേ ഔട്ട് കൊടുക്കുന്നത് ഫോർഎവറിന്റെ ഈ ഒരു ലീഡർഷിപ്പ് ബോണസ് ഉണ്ടല്ലോ, ഈ ലീഡർഷിപ്പ് ബോണസ് ഇതിലൂടെ ജെം ബോണസും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ 7 എന്ന് പറയുന്നത് ജെം ബോണസ് ആണ്. 7% പോലെ ജെം ബോണസ്. അത് നമ്പർ ഓഫ് മാനേജേഴ്സ് കൂടുന്നതനുസരിച്ചാണ്. ഇവിടെ 20% ആണ് ഈ റോയൽറ്റി ഇൻകം കൊടുക്കുന്നത്, റോയൽറ്റി ബോണസ്. അത് MRPയുടെ അത്തരം മറ്റു പല കമ്പനികൾ മൊത്തം പേ ഔട്ട് പോലും അത്തരം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഫോർഎവറിന്റെ മാർക്കറ്റിംഗ് പ്ലാനിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ഇല്ല, അതിന്റെ അടുത്ത് പോലും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കമ്പനിയുടെ 14,000 സംതിങ് ബോണസ് വാങ്ങിച്ച അതേ ബിസിനസ് ഫോർഎവറിൽ ചെയ്ത് കഴിഞ്ഞാൽ 60,000 മുകളിൽ കിട്ടും എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അത്രയും പേ ഔട്ട് കൊടുക്കുന്നു. അത് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് വെച്ചാൽ ഇവര് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഫ്രണ്ട്ലി പ്ലാൻ ആണ്, പിന്നെ ഓൺ മാനുഫാക്ചറിങ് ആണ്, തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ല, ഒരു സ്റ്റോക്ക് പോയിന്റ് സിസ്റ്റം ഒന്നും ഇല്ല. ഓൾമോസ്റ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ ഞാൻ കണ്ടേക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും ലോക്കലി എല്ലാം ഇങ്ങനെ ഒരു എന്താണ് മൊബൈൽ സ്റ്റോക്കിസ്റ്റ്, സ്റ്റേറ്റ് ലെവലിൽ സ്റ്റോക്കിസ്റ്റ് ഒക്കെ അവർക്കെല്ലാം കമ്മീഷൻ പോകും. അപ്പൊ ഈ ട്രഡീഷണൽ ബിസിനസ്സിൽ കാണുന്ന പോലെ ഒരു കമ്മീഷൻ അവിടെയും പോകുന്നുണ്ട്. ഇവിടെ ഫോർഎവറിൽ അങ്ങനെയില്ല. എല്ലാം കമ്പനി ഡയറക്റ്റില് കമ്പനി കൾട്ടിവേറ്റ് ചെയ്യുന്നു, മാനുഫാക്ചർ ചെയ്യുന്നു, ദെൻ പാക്ക് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, എല്ലാം കമ്പനി തന്നെ ചെയ്യുന്നു. അതിന്റെ പ്രോഫിറ്റ് മാക്സിമം വർക്ക് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിന് കൊടുക്കുന്നു. വർക്ക് ചെയ്യുന്ന, അത് അണ്ടർലൈൻ ചെയ്യണോണ്ട്, വെറുതെ ഫോർഎവറിൽ നിന്നിട്ട് ഒന്നും കിട്ടില്ല. നമ്മൾ പ്രവർത്തിച്ചാൽ വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ ആണ്, ഒരു നല്ലൊരു ബെസ്റ്റ് ബിസിനസ് പ്ലാൻ ആണ്. ഇനി എട്ടാമത്തത് കാർ പ്ലാൻ. കാർ പ്ലാൻ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ശരിക്കും അതിന്റെ ഇൻസെന്റീവിന്റെ പേര് ഫോർഎവർ ടു ഡ്രൈവ് എന്നാണ്. ഫോർഎവർ ടു ഡ്രൈവ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാല്, ഇപ്പോ ഇത് 3 മാസത്തെ ഒരു ക്രൈറ്റീരിയ ആണ്. അതായത് മന്ത് 1 നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു 50cc നടക്കുകയും, മന്ത് 2 ഒരു 100cc നടക്കുകയും, മന്ത് 3 മൂന്നാമത്തെ മാസം ഒരു 150cc നടക്കുകയും ചെയ്തു കഴിയുമ്പോൾ
അതായത് 3 കൺസിക്യൂട്ടീവ് മന്ത്സിൽ ബിസിനസ് വന്നു കഴിയുമ്പോഴേക്കും കാർ പ്ലാൻ ലെവൽ 1 ക്വാളിഫൈ ലെവൽ 1 ക്വാളിഫൈ. അപ്പൊ എന്താന്ന് വെച്ചാൽ 26,000 രൂപ നിങ്ങൾക്ക് ആ മൂന്നാമത്തെ മാസം 150cc-ക്കാണ് 26,000 രൂപ വരുന്നത്. സ്റ്റേജ് റെക്കഗ്നേഷൻ എല്ലാം ഉണ്ട്. അത് ഓരോ മാനേജർ ലെവലിൽ മുതൽ റെക്കഗ്നേഷൻ ഉണ്ട്, മാഗസീനിലും എല്ലാം റെക്കഗ്നേഷൻ ഉണ്ട്. അപ്പോൾ 26,000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് 36 മാസത്തേക്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യും. ഇവിടെ 36 മാസം നമ്മൾ 150cc-ക്കാണ് 26,000 രൂപ ലഭിക്കുന്നത്. 4-ാമത്തെ മാസവും നിങ്ങൾ 150cc കൂടുന്ന 26,000 രൂപ കിട്ടും. ഇനി 4-ാമത്തെ മാസം cc കുറഞ്ഞാലോ? മറ്റു ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഞാൻ മുമ്പ് വർക്ക് ചെയ്തതിലൊക്കെ കിട്ടൂലൊന്നും. ഇവിടെ അങ്ങനെയല്ല, ആനുപാതികമായിട്ട് കിട്ടും. ആനുപാതികം എന്ന് പറഞ്ഞത് മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് 150cc-ക്കാണ് 26,000 രൂപ കിട്ടുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, ഒരു ആനുപാതികം എന്ന് പറഞ്ഞാൽ 26,000 ഡിവൈഡ് ബൈ 150. അപ്പോൾ ഒരു cc-ക്ക് 173 രൂപ 33 പൈസ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഒരു cc കുറഞ്ഞാൽ ഈ 173 രൂപ 33 പൈസ കുറയുള്ളൂ. അതായത് ക്വാളിഫൈ ചെയ്യാനായിട്ട് 50, 100, 150 ഓരോ മാസങ്ങളിൽ അത്രയും വോളിയം വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ മാസം 150-ക്ക് 26,000 രൂപ ലഭിക്കുന്നു. പിന്നീട് 36 മാസത്തിലും നിങ്ങളുടെ ബിസിനസ് കൂടാൻ കുറയാം അല്ലേ? ബിസിനസ് അങ്ങനെയാണല്ലോ. ഇപ്പൊ എല്ലാം ഒരേപോലെ ഇങ്ങനെ 150, പിന്നെ 200, 500 അങ്ങനെ അങ്ങ് പോവില്ലല്ലോ. ബിസിനസ്സിൽ വേരിയേഷൻസ് ഒക്കെ വരാം. അപ്പൊ അവിടെ എന്നാലും നമുക്ക് 36 മാസവും അതിന് നമ്മൾ കൊണ്ടുവരുന്ന ബിസിനസ്സിന് ആനുപാതികമായിട്ടുള്ള എമൗണ്ട് കിട്ടും, തരാതിരിക്കില്ല. പിന്നെ ഇവിടെ ഒരു കാർ പ്ലാന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നിങ്ങൾ എത്ര cc ടീമിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് നോക്കുന്നത്. എത്ര ലെഗിലൂടെ, എത്ര ലൈനിലൂടെ കൊണ്ടുവരുന്നു എന്നുള്ളത് ക്രൈറ്റീരിയ ഇല്ല. മറ്റു പല കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തതിലൊക്കെ 3 ലൈനിൽ ബാലൻസ് ചെയ്യണം. അതായത് ഒരു ലൈനിൽ 10,000 BV വേണം, രണ്ടാമത്തെ ലൈനിൽ 10,000 BV വേണം, മൂന്നാമത്തെ ലൈനിൽ 5,000 BV വേണം. അപ്പൊ ആദ്യത്തെ ലൈനിൽ 10,000-ന് പകരം 30,000 ഉണ്ടാവും, രണ്ടാമത്തെ ലൈനിൽ 10,000-ന് പകരം 20,000 ഉണ്ടാവും. പക്ഷെ മൂന്നാമത്തെ ലൈനിൽ ചിലപ്പോ 2,000, 3,000. അവിടെ 5,000 ആവൂല, അവ കിട്ടൂല. ഇവിടെ അങ്ങനെയല്ല, അങ്ങനെ ഒന്നുമില്ല. എത്ര ലൈനൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിലർ 2 ലൈനിലൂടെ ആയിരിക്കും, ചിലർ 5 ലൈനിലൂടെ ആയിരിക്കും, ചിലർ അതിൽ കൂടുതൽ ലൈനിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ആ വോളിയം ഇത്ര ഇത് അതായത് ഞാൻ പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഫ്രണ്ട്ലി എന്ന് പറയുന്നതൊക്കെ നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ ക്രൈറ്റീരിയ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ അച്ചീവ് ചെയ്യില്ല. ഞാൻ 3 കാർ പ്ലാൻ ക്വാളിഫൈ ചെയ്തു. ഇന്ന് എന്നേലും ഹയർ ലെവലിൽ കാർ പ്ലാൻ, ഇത് ലെവൽ 1 ആണ്. ലെവൽ 2, ലെവൽ 3 ഒക്കെ ക്വാളിഫൈ ചെയ്ത് വീട്ടമ്മമാർ ഇന്ന് കേരളത്തിലുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് അച്ചീവബിൾ ആണ്. ഈ നമ്മളിപ്പോ പല കമ്പനികളും അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയുമെങ്കിലും അത് വർക്ക്ഔട്ട് ആവില്ല, അതായത് അച്ചീവബിൾ ആവില്ല. ഇവിടെ അങ്ങനെയല്ല, ഇതെല്ലാം അച്ചീവബിൾ ആണ്. അപ്പൊ ഇത് ലെവൽ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലെവൽ 2 എന്ന് പറയുന്നത് 75cc, 150cc, 225cc, അങ്ങനെ 3 മാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 39,000 എക്സ്ട്രാ മറ്റു ഇൻകം കൂടാതെയാണ് ഈ കാർ പ്ലാൻ ഫോർവേഡ് ടു ഡ്രൈവ് 36 മാസത്തേക്ക് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം. അവിടെ 225cc ആണ് വരേണ്ടത്, അവിടെ 39,000. അപ്പോൾ ഓൾറെഡി ലെവൽ 1 ക്വാളിഫൈ ചെയ്ത വ്യക്തിയാണെങ്കിൽ ലെവൽ 1 സ്റ്റോപ്പ് ആയിട്ട് ലെവൽ 2 സ്റ്റാർട്ട് ചെയ്യും, അവിടെ 36 മാസത്തേക്ക്. ഇനി ഒരാൾക്ക് നേരെ ലെവൽ 2 ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ക്വാളിഫൈ ചെയ്യാം, അവർ വോളിയം കൊണ്ടുവന്നാൽ മതി. ദെൻ അടുത്തത് 100cc, 200cc, 300cc, 52,000 ആണ് മന്ത്ലി നമുക്ക് എക്സ്ട്രാ കാർ പ്ലാൻ 36 മാസത്തേക്ക് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ ക്വാളിഫൈ ചെയ്ത ലെവലുകൾ ലെവൽ 2, ലെവൽ 3 ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ആയിട്ട് ഈ cc 100cc വന്ന മാസം മുതൽ 100, 200, 300 മൂന്നാമത്തെ മാസം മുതൽ 52,000 എക്സ്ട്രാ ലഭിക്കും, അവിടെ 36 മാസത്തേക്ക്. ഇവിടെ എല്ലാം നമ്മൾക്ക് നമ്മൾ എത്ര cc ആണ് കൊണ്ടുവരുന്നത് അതിന് ആനുപാതികമായിട്ട് അത് ലഭിക്കും. ക്ലിയർ അല്ലേ?
ഇനി 9ാമത്തെ ബെനിഫിറ്റ് എന്താണെന്നുള്ളതാണ്. മാനേജേഴ്സ് റിട്രീറ്റ്. അതായത് ഒരു ഡൊമസ്റ്റിക് ട്രിപ്പാണത്. ഡൊമസ്റ്റിക് ട്രിപ്പ് 5 സ്റ്റാർ റിസോർട്ട്സിലാണ്. ഇവിടെ നമ്മളെ 3 ലൈൻ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതായത് 3 അസിസ്റ്റന്റ് മാനേജറെ നമ്മൾ ആ ഒരു പീരീഡിൽ അസിസ്റ്റന്റ് മാനേജർ, അതായത് ഇപ്പൊ ഇതിന്റെ ക്വാളിഫൈങ് പീരീഡ് എന്ന് പറയുന്നത് ഏപ്രിൽ ടു മാർച്ച് ആണ്. 12 മാസം 3 അസിസ്റ്റന്റ് മാനേജറെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ട്രിപ്പ് പോവാം. 2 പേർക്ക് പോവാം. ഈ ട്രിപ്പ് എല്ലാം 2 പേർക്കാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇനി അതിൽ ഇത് ലെവൽ 3 ആണ്. ഇനി അതല്ല, നിങ്ങൾ 2 അസിസ്റ്റന്റ് മാനേജറെ ആണ് ഡെവലപ്പ് ചെയ്തത്, പിന്നെ അവിടെ സൂപ്പർവൈസേഴ്സ് ആണ് ഡെവലപ്പ് ചെയ്തതെങ്കിൽ 2 സൂപ്പർവൈസേഴ്സ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ലെവൽ 2 ക്വാളിഫൈ ചെയ്യും. അവിടെ 2 പേർക്ക് പോവാം. ഈ 2 ഡെസ്റ്റിനേഷൻ ആയിരിക്കും. ലെവൽ 3 വേറെ ആയിരിക്കും, ലെവൽ 2. ഇനി നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് മാനേജറെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, പിന്നെ സൂപ്പർവൈസേഴ്സിനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തതെങ്കിൽ അവിടെ ഒരാൾക്ക് പോവാം. ഇവിടെ ഒരാൾക്കാണ് ഇത് ലെവൽ 1 ആണ്. ഇവിടെ ഒരാൾക്കാണ് പോകാൻ പറ്റുന്നത്. ലെവൽ 3 2 പേർക്ക് പോവാം. ലെവൽ 2 2 പേർക്ക് പോവാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ലെവൽ 1 ആണെങ്കിൽ ഒരാൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പോകാൻ സാധിക്കും. ഇപ്പോൾ മാരീഡ് അല്ല, ബാച്ചിലേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് വേറെ വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിന് അതിൽ ആഡ് ചെയ്യാം. മാരീഡ് ആയിട്ടുള്ളവർക്ക് സ്പൗസ് തന്നെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ വർഷവും, ഇത് എവരി ഇയർ ആണ്, എല്ലാ വർഷവും ട്രിപ്പുകൾ ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. ബിസിനസ് ചെയ്യുന്നതിലൂടെ ഇൻകം വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എൻജോയ്മെന്റും അതേപോലെ തന്നെ ഇങ്ങനെ ഇൻസെന്റീവ് ട്രിപ്പുകളൊക്കെ പോകുമ്പോഴേ അതൊരു വലിയൊരു ഇതല്ലേ. അതെല്ലാം എല്ലാ കമ്പനി പെയ്ഡ് ട്രിപ്പാണ്. 10ാമത്തത് EMR, ഈഗിൾ മാനേജേഴ്സ് റിട്രീറ്റ്. ഇതും 2 പേർക്കാണ്, ഇന്റർനാഷണൽ ട്രിപ്പാണ്. ഇത് മെയ് മുതൽ ഏപ്രിൽ വരെ ഉള്ള 12 മാസം. നമ്മുടെ ഗ്രൂപ്പിൽ 720 CC കൊണ്ടുവരിക എന്നുള്ള മെയിൻ ക്രൈറ്റീരിയ. അതിനോടൊപ്പം തന്നെ 2 സൂപ്പർവൈസേഴ്സിനെ, പുതിയതായിട്ട് 2 സൂപ്പർവൈസേഴ്സിനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. നിരവധി ഇന്റർനാഷണൽ ട്രിപ്പുകൾ ഞാൻ പോയിട്ടുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ ഇൻസെന്റീവ്സ് എല്ലാം ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുള്ളതാണ്, അല്ലാതെ ക്വാളിഫൈ ചെയ്യാത്തതൊന്നുമല്ല. എല്ലാം ഇന്ന് ഞാൻ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ നിരവധി ആളുകളാണ്, വീട്ടമ്മമാരും സ്റ്റുഡൻസും എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർ, റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാർ, അവരും എല്ലാ മേഖലയിലുള്ള ആളുകളും ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അടുത്ത ഈഗിൾ മാനേജേഴ്സ് റിട്രീറ്റ് ഇവിടേക്കാണ്, ജോഗനാസ്ബർഗ് ആണ്. ദെൻ 11ാമത്തത് ഗ്ലോബൽ റാലി. ഇത് 2 പേർക്കാണ്, ഇന്റർനാഷണൽ ട്രിപ്പാണിത്. ഇത് ജാൻ ടു ഡിസംബർ, 1 വർഷം. 1500 CC നമ്മളുടെ ടീമിൽ കൊണ്ടുവന്നാൽ. ഇതെല്ലാം ഗ്ലോബലി ആണ്, ഇന്ത്യയിൽ മാത്രമല്ല, ഇന്റർനാഷണലി നിങ്ങളുടെ നെറ്റ്വർക്ക് എവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു അതെല്ലാം കൗണ്ട് ചെയ്യും. ഇവിടെ വിത്ത് പോക്കറ്റ് മണിയും കൂടി ഉണ്ട്, നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പോക്കറ്റ് മണിയും കൂടി അതിനോടൊപ്പം തന്നെ ഉണ്ട്. വലിയ ഫിഗറുകളാണ്. ദെൻ 12ാമത്തത് ചെയർമാൻ ബോണസ്. ചെയർമാൻ ബോണസ് എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. ആക്ച്വലി പ്രോഫിറ്റ് അല്ല ഷെയർ ചെയ്യുന്നത്, 3% ഓഫ്
ഗ്ലോബൽ ടേൺ ഓവർ കോടികളൊക്കെ ഒരു സിംഗിൾ ചെക്ക് വാങ്ങിച്ച ആളുകളൊക്കെ ഇന്ത്യയിലുണ്ട്. ഓൾസോ 4 കോടി അതിൽ കൂടുതലൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ 5 ചെയർമാൻ ബോണസ് ക്വാളിഫയർ ആണ്. ഈഗിൾ മാനേജർ റിട്രീറ്റ് ക്വാളിഫയർ ആണ്. കണ്ടിന്യൂസ്ലി മാനേജേഴ്സ് റിട്രീറ്റ്, ഈ പറഞ്ഞതെല്ലാം. അപ്പൊ 12 തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് ഫോറവർ നമ്മൾക്ക് തരുന്നത്. ഇവിടെ എല്ലാം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇത് അച്ചീവ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് ഉപയോഗിക്കുക, അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ബിസിനസ് ഷെയർ ചെയ്യുക, നമ്മുടെ ടീം മെമ്പേഴ്സിനെ നമ്മൾ ശരിക്കും കോച്ച് ചെയ്യുക. അവർക്ക് എങ്ങനെയാണ് ഇത് പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് പ്രോഡക്റ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, ബിസിനസ് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുക. നമ്മൾ ചെയ്ത കാര്യം നമ്മൾ ആദ്യം ലേൺ, ദെൻ ഡു, ദെൻ ടീച്ച്. ലേൺ, ഡു, ടീച്ച്. പിന്നെ അറ്റൻഡ് ഓൾ ട്രെയിനിങ്സ്. നമ്മളിത് ഇന്നത്തെ പ്രോഗ്രാമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് പ്ലാൻ ആയതുകൊണ്ട് ചിലർക്ക് അത് ചിലപ്പോൾ അതൊന്നും അത്രയും ഡൈജസ്റ്റ് ആയിക്കൊള്ളുന്നില്ല. എങ്കിലും ഇതൊക്കെ പഠിക്കുകയും അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് ശരിക്കും അത് നമ്മൾ മനസ്സിലാക്കുക. ശരിക്കും മനസ്സിലാക്കണം. നമ്മളിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിംഗ് പ്ലാൻ. ഞാനിത് മാർക്കറ്റിംഗ് പ്ലാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഫോറവറിൽ വന്നത്, അല്ലാതെ വെറുതെ ഒരു എക്സൈറ്റ്മെന്റിൽ ഫോറവറിലേക്ക് വന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഫോറവറിൽ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാനും മുന്നോട്ട് പോകാനും സക്സസ്ഫുൾ ആവാനൊക്കെ സാധിച്ചത്. ഹലോ സാർ, എന്റെ വോയിസ് ഓക്കെ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. പ്ലീസ്. ഓക്കെ, ഗുഡ് ഈവനിങ് സാർ ആൻഡ് ഗുഡ് ഈവനിങ് എവരി വൺ. ഓക്കെ, താങ്ക് യു സാർ. ഈ ഒരു മീറ്റിംഗിൽ ഒന്നുകൂടി എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പം സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഓക്കെ, ഒന്നുകൂടി സാറിന് നന്ദി പറയുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത, നമുക്ക് ഇത്രയും നാളായിട്ടും നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. അപ്പം എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ എന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷഹാന എന്നാണ്. വീട് ട്രിവാൻഡ്രത്താണ്. ഇപ്പോൾ കറൻ്റ്ലി ഫോറവറിലൊരു മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു ഹൗസ് വൈഫാണ്. ഒരു മോളുണ്ട്, 3.5 വയസ്സായ മോളുണ്ട്. അപ്പം എൻ്റെ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ, എൻ്റെ മോൾക്കൊരു 6 months ആയ ടൈമിൽ ഒരു വർക്ക് ഫ്രം ഹോം ജോബ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് ഞാൻ ഫോറവറിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പോഴും എന്താണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്താണെന്നോ ഒന്നും എനിക്ക് ജസ്റ്റ് ഒരു ഇൻകം, ഒരു എന്താണ് ഒരു ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, ഫാമിലിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി വന്ന ഒരാളാണ്. എന്താ പറയുക, കയ്യിൽ ഞാൻ ഇതിൽ വന്ന സമയത്ത് നമ്മുടെ കൊറോണയൊക്കെ കാരണം ഫാമിലി ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. ഒരു 3 years മുന്നേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. കൊറോണ കാരണം ലൈഫ് മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ആയിരുന്ന ടൈം. ആ ഒരു ടൈമാണ് ഞാൻ ഫോറവറിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്ന് എൻ്റെ ഹസ്ബൻഡും ഗൾഫിലാണ്. പക്ഷെ അപ്പോഴും ഗൾഫിൽ ജോബ് നഷ്ടപ്പെട്ട് നിൽക്കുമായിരുന്നു. അപ്പം എനിക്കും നാട്ടിൽ ചിലവിനൊന്നും പൈസ ഇല്ല. ഞാൻ മോൾക്ക് 6 months ഒക്കെ ആയപ്പോൾ നമുക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യാനൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇതുപോലൊരു പ്ലാറ്റ്ഫോം നോക്കി വന്നത്. ശരിക്കും ആദ്യമൊക്കെ ട്രെയിനിങ് അറ്റൻഡ് മീൻസ് ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായിരുന്നു. ഇതിൽ വന്ന സമയത്തൊക്കെ ഭയങ്കര നെഗറ്റീവായിരുന്നു ആൾക്കാർ. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം നല്ല രീതിയിൽ നെഗറ്റീവ് പറഞ്ഞു. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ ക്ലിയർ ആണ്, കുഴപ്പമില്ല, കേൾക്കാം. സാർ. ഹലോ, ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നാലും കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, റേഞ്ചിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനെയായിരുന്നു. ഒരുപാട് നെഗറ്റീവ്സ് ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. എല്ലാവരെയും പോലെ തന്നെ ഓൺലൈൻ ആയതുകൊണ്ട് ഒത്തിരി റിജക്ഷൻസ് ചുറ്റുമുള്ളവരിൽ നിന്ന് കേട്ടിരുന്നു. എസ്പെഷ്യലി ഹസ്ബൻഡിൽ നിന്ന്. ഹസ്ബൻഡ് നല്ല രീതിയിൽ നെഗറ്റീവായിരുന്നു. ഓൺലൈൻ ആണെങ്കിൽ നോക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ എൻ്റെ സ്വന്തം ഡിസിഷൻ എടുത്തിട്ടാണ് വന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു മനസ്സിലാക്കിയിട്ടാണ് വന്നത്. കാരണം ചെറിയൊരു പ്ലാറ്റ്ഫോം അല്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഒരു ഇത്രയും രാജ്യങ്ങളിൽ ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഗ്രോ ചെയ്യുന്ന കമ്പനി എന്തായാലും തട്ടിപ്പായിരിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത്രയും രാജ്യങ്ങളിലൊന്നും മണ്ടന്മാരായിരിക്കില്ലല്ലോ, എല്ലാവരും നല്ല ബുദ്ധിയുള്ളവരായിരിക്കുമല്ലോ.
അപ്പൊ എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഇതില് എന്താണ് എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. MCOM ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ശരിക്കും അതിലോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ കൈ കിട്ടിയ അവസരത്തിൽ ഒന്ന് ശോഭിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതില് ഓരോ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി. അങ്ങനെ ആദ്യം നെഗറ്റീവ് പറഞ്ഞവരെ കൊണ്ട് പോസിറ്റീവ് പറയിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. കാരണം നെഗറ്റീവ് പറഞ്ഞ് ഞാൻ അത് കേട്ട് പിന്തിരിഞ്ഞോടാൻ നിന്നില്ല. പക്ഷെ അവരുടെ മുന്നിൽ ജയിക്കണം എന്നുള്ള ഒരേ ഒരു ആശയോടുകൂടി തന്നെ ഞാൻ മുന്നോട്ട് വന്നു. ദൈവം സഹായിച്ച് എനിക്ക് അതിൽ സക്സസ് ആവാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ ഫോറവറിന്റെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരുപാട് രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ശരിക്കും എന്താ പറയാ, എൻ്റെ ലൈഫ് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിന്റെ ലൈഫ് ആയിക്കോട്ടെ. ഹസ്ബൻഡ് ആദ്യമൊക്കെ നെഗറ്റീവ് പറഞ്ഞെങ്കിലും പ്രൊഡക്റ്റ് ഇൻക്ലൂഡിങ് പ്രൊഡക്ട്സിനെ പോലും ഹസ്ബൻഡിന് വിശ്വാസം ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ ആള് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന്റെ ഓരോ ബെനിഫിറ്റ്സ് അറിയും. അതുപോലെ തന്നെ എൻ്റെ കൂടെ ട്രെയിനിങ്സിനൊക്കെ ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ആള് ഇതിൽ അഡിക്റ്റ് ആയി. ആൾക്കിപ്പം എല്ലാ മാസവും ഫോറവറിന്റെ പ്രൊഡക്ട്സ് വേണം. ശരിക്കും എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഏറ്റവും വലിയ കസ്റ്റമർ ഇപ്പോൾ. ശരിക്കും അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും നെഗറ്റീവ് കേട്ട് വന്ന ഓരോ വ്യക്തികൾക്കും പോസിറ്റീവ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഫോറവർ എന്ന് പറയുന്നത്. എല്ലാവരും നമ്മൾ നെഗറ്റീവ് പറയുന്നവർ എന്തായാലും പോസിറ്റീവ് പറയും. പക്ഷെ അതിന് നമ്മൾ ഒരാൾ മാത്രം വിചാരിക്കണം. നമ്മൾ ഇട്ടിട്ട് പോവരുത്, നമ്മൾ തളർന്നു പോവരുത്. നെഗറ്റീവ് കേൾക്കുമ്പോൾ ഡൗൺ ആയി പോവാൻ നിന്നാൽ നമുക്ക് പറ്റില്ല, പിന്നെ വിജയിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മനസ്സിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു എന്താ പറയാ, ഒരു ഗോൾ ഉണ്ടായിരിക്കണം. അത് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും, അത് ഷുവറാണ്. പിന്നെന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സിന്റെ കാര്യം ഒന്നുകൂടി പറയാണ്. ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എനിക്ക് ഒരുപാട് മീൻസ് ഹെയർ ലോസും അതുപോലെ തന്നെ ഈ എന്താ പറയാ, ഈ ജലദോഷം, അലർജി പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ ഫോറവറിൽ വന്ന ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അലോവേറ ജെല്ല്, ഞാൻ അലർജി തുമ്മല് കാരണം ഒരു നിവൃത്തിയില്ലാത്ത ഒരാളാണ്. അപ്പൊ രാവിലെ എണീക്കുമ്പോൾ തുമ്മും, തണുപ്പടിച്ചാലും ഡസ്റ്റ് അലർജി അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുള്ള ഒരാളാണ്. പക്ഷെ അലോവേറയുടെ ജെല്ല് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്കിപ്പോൾ ആ തുമ്മലിന്റെ പ്രശ്നമില്ല. അതുപോലെ തന്നെ എൻ്റെ ഉമ്മ ഷുഗർ പേഷ്യൻ്റ് ആണ്, മദർ. അപ്പോൾ ആൾക്ക് നല്ല രീതിയിൽ ഷുഗർ ഉണ്ട്, ആൾ ഇൻസുലിനൊക്കെ എടുക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ഫോറവറിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ഈ ഒരു ഷുഗർ പേഷ്യൻ്റ് ഹലോ, അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്നുമാണ്. ആ ഹലോ സാർ, ആ സോറി കേട്ടോ, നെറ്റ്വർക്ക് പോയി പെട്ടെന്ന്. ആ ആ. ഓക്കെ ഓക്കെ, അപ്പം സോറി, ഇത്രയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പം എന്തായാലും വൺസ് അഗെയിൻ താങ്ക് യു സാർ. റേഞ്ചിന് പ്രോബ്ലം ഉണ്ട് ഒരുപാട്. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ ഓക്കെ, താങ്ക് യു. എനിവേ, നെറ്റ്വർക്ക് ഇഷ്യൂ എല്ലായിടത്തും ഉണ്ട്. എനിവേ, എന്നാലും ഇവിടെ നമ്മളുടെ ടീമിൽ ഇപ്പോൾ 158 മാനേജേഴ്സ് ഇതുവരെ ഉണ്ട്. എല്ലാവരും വളരെ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് മാനേജേഴ്സും സൂപ്പർവൈസേഴ്സും ധാരാളം ആളുകൾ. എന്തായാലും ഫോർമർ ശരിക്കും ഒരു റിയലി ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് നമ്മൾ ഓരോരുത്തരെയും നമ്മൾക്ക് എന്താ പറയുക, നമുക്ക് എന്താണോ വേണ്ടത് അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന ഒരു എക്സലന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും ഹെൽത്ത് വേണം, അതിനോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ്, അത് ആവശ്യമാണ്. രണ്ടും വേണം. ഹെൽത്തും വെൽത്തും ഉണ്ടെങ്കിൽ മാത്രം റിയൽ ഹാപ്പിനെസ് ഉണ്ടാവുന്നു. അത് രണ്ടും ഫോർവറിൽ നിന്ന് ലഭിക്കുന്നുള്ളതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടും അതേപോലെ എത്തിക്സും വാല്യൂസും കീപ്പ് ചെയ്തിട്ടാണ് കമ്പനി നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും. അപ്പൊ എന്തായാലും എല്ലാവർക്കും വളരെ നല്ല രീതിയിലേക്ക് ബിസിനസ് കൊണ്ടുവരാൻ സാധിക്കട്ടെ. അതിനോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ അവിടെ കണ്ടു, മെസ്സേജ് പിന്നീടാണ് കണ്ടത്. അതായത് ഇന്ത്യയിൽ കസ്റ്റമർ ക്രിയേഷന് വേണ്ടി, ഐ മീൻസ് കസ്റ്റമർ ക്രിയേഷൻ അല്ല, കസ്റ്റമേഴ്സിന് ഓൺലൈനിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്ന ലിങ്ക് ജനറേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്ക് ദുബായിലോ മറ്റു കൺട്രീസിലൊക്കെ നമുക്ക് കസ്റ്റമർക്ക് നമ്മുടെ സ്റ്റോറിൽ വന്നിട്ട് വാങ്ങിക്കാമല്ലോ. അതേപോലെ ഇന്ത്യയിൽ പറ്റുമെന്നാണ് ചോദിച്ചത്. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ അവർക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട് തന്നെയാണ് വാങ്ങിക്കേണ്ടത്. പിന്നെ അവർക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമില്ല, പക്ഷെ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ
പല മാർഗങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് അവർക്ക് അയച്ചു കൊടുക്കാം. ചിലപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് തരാനും അതിന്റെ കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നല്ലത് നിങ്ങൾ അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആണ്, അല്ലെങ്കിൽ സൂപ്പർവൈസർ ഏത് റാങ്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിഫേർഡ് കസ്റ്റമറിന്റെ ഐഡിയും പാസ്വേഡും അവർക്ക് കൊടുക്കുക. അവർ കയറി പർച്ചേസ് ചെയ്തോളും. അപ്പോൾ അവിടെ പ്രിഫേർഡ് കസ്റ്റമർ പ്രൈസിന് അവർക്ക് ലഭിക്കുകയും അതിന്റെ പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റും ബോണസും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അവർക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമില്ല എന്നുള്ളത് അവരുടെ പ്രശ്നം സോൾവ് ആവും. അവർക്ക് നമ്മുടെ ഒരു പ്രിഫേർഡ് കസ്റ്റമറുടെ ഐഡിയും പാസ്വേഡും കൊടുത്താൽ മതി, അവരോട് ചോദിച്ചിട്ട്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാളുടെ പ്രിഫേർഡ് കസ്റ്റമറായിട്ട് നിർത്തിക്കോ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്കൊരു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെയ്യാം, അത് തെറ്റൊന്നുമല്ല. നമുക്കത് ഓരോ ആളുകളുടെയും കൺവീനിയൻസ് അനുസരിച്ചിട്ട് അതൊക്കെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ കമ്പനിയുടെ റൂൾസിനൊന്നും ബ്രേക്ക് ചെയ്യാതിരുന്നാൽ മതി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, എനിവേ എന്തായാലും ഇത്രയും നേരം വളരെ ക്ഷമയോടെ ഇത് കേട്ട് ഇരുന്ന് എല്ലാവരോട് പ്രത്യേകം ഇത്രയും സമയമായില്ല, നമ്മൾ ഇത്രയും സമയമായിട്ടും എല്ലാവരും ധാരാളം ആൾക്കാരുണ്ട്. ഇനി അത് മാത്രമല്ല, അതിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചതും അതേപോലെ തന്നെ വീഡിയോ ഓൺ ചെയ്ത് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി, നമസ്കാരം, താങ്ക് യു, ഗുഡ് നൈറ്റ്.